ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഇൻഫ്ലുവൻസിന്റെ മറ്റൊരു വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഒരുപാട് പുതുമകളുള്ളതല്ലെങ്കിലും ചില പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ചില വിമർശന പഠനങ്ങളും വിശകലനങ്ങളും തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസവും ലക്ഷ്യമിടുക. അതിൽ പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം നമ്മുടെ ഈ ക്യാപ്ഷനിലുള്ളതുപോലെ തന്നെ ചാക്കോ മാഷും അള്ളാഹുവും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് അപഗ്രഥിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചാക്കോ മാഷിനെ എല്ലാവർക്കും അറിയാം. സ്ഫടികം എന്ന സിനിമയിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതരായ വ്യക്തിയാണ് ചാക്കോ മാഷ്. അദ്ദേഹം കണക്കിന്റെ ആളാണ്. അദ്ദേഹത്തിന്റെ കണക്ക് കിടുകിടയാണ്. ഭൂലോകത്തിന്റെ സ്പന്ദനം പോലും മാത്തമാറ്റിക്സിലാണ് അല്ലെങ്കിൽ ഗണിതത്തിലാണ് എന്ന് തന്റെ കുട്ടികളെ പഠിപ്പിക്കുകയും ജീവിതത്തിലുടനീളം അതിലൊരു നിഷ്കർഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം മാഷാണ് ചാക്കോ മാഷ്. ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഗണിതജ്ഞനെ നമ്മൾ ചാക്കോ മാഷുമായിട്ട് കമ്പയർ ചെയ്യുന്നതോടൊപ്പം ചാക്കോ മാഷ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ, അയാൾ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായി അരങ്ങേറുമ്പോൾ അയാൾക്കതിൽ ചില കൃത്യതകളുണ്ട്. ഇതേ കൃത്യത അള്ളാഹുവിനുണ്ടോ എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടും ആ കണക്കാക്കലിൽ എന്തെങ്കിലും കണക്ക് തെറ്റലുകളുണ്ടോ എന്ന് പരിശോധിക്കാനുമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരുമ്പിടുക. ഈ ഒരുമ്പിട്ടിറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഖുർആനിലെ ചില അവകാശവാദങ്ങളുണ്ട്. ആ അവകാശവാദങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഇത് ലോകസൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൽ നല്ലായിരുന്നുവെങ്കിൽ നിരവധിയായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേനെ എന്ന് പറയുന്ന ഒരു അവകാശവാദം ഖുർആനിലൂടെ സോകോൾഡ് അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നു. അപ്പൊ ഇസ്ലാം എന്തുകൊണ്ട് ശരിയായിരിക്കണം എന്നുള്ളതിന് ഉത്തരമായിട്ട് മുസ്ലിങ്ങൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുക അത് ഞങ്ങളുടെ ഖുർആനാണ്. ആ ഖുർആൻ അന്യോന്യമാണ്. അതിലൊരു യാതൊരു പാകപ്പിഴകളും ഇല്ല, അതിൽ യാതൊരു വിരോധാഭാസങ്ങളും ഇല്ല, അതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല തുടങ്ങിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഞങ്ങൾ ഇത് വായിച്ച് പഠിച്ച് വിലയിരുത്തി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചില അവകാശവാദങ്ങൾ സാധാരണ ഇസ്ലാം മത വിശ്വാസികളും ഈ ഖുർആന്റെ മികവിനെ സംബന്ധിച്ചുള്ള പ്രബന്ധ രചനകൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരുപാട് പേരും നൂറ്റാണ്ടുകളായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെ നമ്മൾ വിലയിരുത്തുകയാണ്. ഖുർആനിലെ ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള തെറ്റുകൾ മാത്രം, അതിലെ പ്രശ്നങ്ങൾ മാത്രം വിലയിരുത്തുകയാണ്. മറ്റൊരു മേഖലയിലേക്കും ഭ്രൂണശാസ്ത്രം, സമുദ്രശാസ്ത്രം, ഖഗോളശാസ്ത്രം, ചരിത്രം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലുണ്ട്. ആ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഖുർആനിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന അവകാശവാദം വളരെ വലിയ തോതിൽ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഖുർആൻ അതിലെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് ചില ഹദീസുകളെ കൂടി എടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഹദീസുകളിൽ കൂടി പ്രവാചക തിരുമേനി നൽകിയിട്ടുള്ള അറിവുകളൊക്കെ തന്നെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മുഹമ്മദ് നബി സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛപ്രകാരം ഒന്നും തന്നെയും പറയുന്നില്ല എന്ന് ഖുർആനിൽ തന്നെ ഉള്ളത് കൊണ്ട് ഹദീസ്, പ്രത്യേകിച്ച് സഹീഹായിട്ടുള്ള ഹദീസുകളിലുള്ള റെഫറൻസുകളെ നമുക്ക് ഈ കാര്യത്തിൽ എടുക്കാം. കാരണം മുഹമ്മദിന്റെ സാങ്കത്യം പ്രധാനമായിട്ടും ഹദീസുകളിലൂടെയാണല്ലോ. അപ്പൊ ഖുർആന്റെ സാങ്കത്യം മുഹമ്മദിലൂടെയുമാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഖുർആനെ നമ്മൾ അതിന്റെ ഗണിത അടിസ്ഥാനത്തിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിൽ വീക്ഷിക്കുകയാണ്. അപ്പോ അതാണ്, അതായത് ഈ പറഞ്ഞ പുസ്തകത്തിനെ കുറിച്ചുള്ള തള്ളാണ്. അപ്പൊ നമ്മൾക്ക് ഇത് രണ്ട് രീതിയിൽ നമ്മൾ ഇതിനൊരു കാഴ്ചപ്പാടെടുക്കാം. ഒന്ന്, ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഒന്ന്, ദൈവത്തിൽ നിന്നല്ല, മുഹമ്മദ് 6-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് അദ്ദേഹം പറഞ്ഞ കുറെ ജൽപ്പനങ്ങളാണ് എന്നുള്ളൊരു സംഭവമാണ്. ഇവിടെ ഇതിന് ദൈവത്തിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞ വചനത്തിലുള്ളതാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തില് 82-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സാധനം. മറ്റ് ഒരു വചനം സൂറത്തുൽ നജ്മിലെ 53-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള വചനമാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗിയായിട്ടുമില്ല, അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അത് അതേതാണ് എന്നുള്ളത് അവിടെ വലിയ കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെക്കുമ്പോൾ അതേതാണ് ഇതേതാണ് എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. നമ്മൾ ഇതിൽ ഓരോ സെക്ഷൻ എപ്പോഴും ഈ കണക്ക് പറയുമ്പോൾ ഫ്രാക്ഷനുകളെ കുറിച്ചാണ് ആദ്യം തർക്കങ്ങൾ വരിക. കാരണം അത്
സാധാരണ മനുഷ്യരെ പോലും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനന്തരാവകാശ സ്വത്ത് അദ്ദേഹത്തിന് അനന്തരാവകാശികൾക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ ഈ കണക്ക് വെച്ചിട്ട് സ്വത്ത് വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവിടെ പോലീസുകാർ ഇടപെടേണ്ടി വരും. അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം വെക്കുകയാണെങ്കിൽ അതിലുള്ള സ്ത്രീവിരുദ്ധതയും മറ്റുള്ള ഡിസ്ക്രിമിനേഷനും ഒക്കെ മാറ്റി നിർത്തിയാൽ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചാക്കോമാഷിന്റെ മകനെ തല്ലിയ പോലെ തല്ലേണ്ട ഒരു ഗതികേട് അള്ളാഹുവിന് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മള് ഈ അനന്തരാവകാശ സ്വത്തില് ഈ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചിട്ട് ഖുറാനിലെ ആകെ കുറച്ച് 2-3 വചനങ്ങളേ ഉള്ളൂ. ഖുറാനിലെ 4-ാമത്തെ അധ്യായത്തിലെ 11, 12 ആ അധ്യായത്തിൽ തന്നെയുള്ള 176-ാമത്തെ വചനമാണ്. അപ്പൊ നമ്മളുടെ സ്ലൈഡിൽ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ ഈ പറഞ്ഞ 4-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൻ നിസായിലെ 11, 12, 176 വചനങ്ങളിൽ വെച്ചിട്ട് നമ്മൾ റിയൽ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു ഫാമിലി, ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയാണ്. അവർക്കുള്ളത് പിതാവും മാതാവും ഉണ്ട്, അവരുടെ ഭർത്താവുണ്ട്, അവർക്കൊരു പെൺകുഞ്ഞുണ്ട്. അള്ളാഹു പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ പറഞ്ഞ 1/6 വീതം മാതാപിതാക്കൾക്കും 1/4 ഭർത്താവിനും പകുതി 1/2 മകൾക്കും കൊടുക്കണം. സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ കാണാം. അതിൽ ആ പറഞ്ഞത് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ കട്ട കോമഡിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 12 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ 1/6 2 ലക്ഷവും പിതാവിന് 2 ലക്ഷവും മാതാവിന് 2 ലക്ഷവും 1/4 3 ലക്ഷം ഭർത്താവിനും 6 ലക്ഷം മകൾക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം ലോൺ എടുക്കേണ്ട ഗതികേടാണ് അള്ളാഹുവിന് വരുന്നത്. ഈ അള്ളാഹുവിന്റെ കണക്കിന്റെ ഒരു പ്രത്യേകതയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഖുറാനിലെ ഈ പറഞ്ഞ 11, 12 4-ാം അധ്യായത്തിലെ 11, 12 ആ വചനങ്ങളിൽ മാത്രം എടുത്താൽ ഈ ഒരു സംഭവം കിട്ടും. ഇതാണ് അള്ളാഹുവിന്റെ കണക്ക്. അവിടെ എന്താ കിട്ടുക? 2 + 2 + 3 + 6 13 ലക്ഷം വേണം. എത്രയാണ് സ്വത്ത് ബാക്കിയുള്ളത്? 12 ലക്ഷം ബാക്കിയുള്ള സ്വത്ത് അള്ളാഹു പറഞ്ഞ പോലെ ദൈവീകമായിട്ടുള്ള ഖുർആനിലെ വചനം വെച്ചിട്ട് വീതിച്ചു കഴിഞ്ഞാൽ 13 ലക്ഷം വേണം അത് വീതിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മിറാക്കിളായിട്ട് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റുന്ന ഒരു സാധനം. ഈ ഒരു കാര്യം മാത്രം മതി ഇത് ഏറ്റവും മണ്ടത്തരം, ഏറ്റവും അബദ്ധമായിട്ടുള്ള ഈ വിഷയത്തിൽ ഒരു ധാരണയില്ലാത്ത ഒരാള് ആ കാലഘട്ടത്തിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ആളുകളെ മുമ്പിൽ വന്ന് പറയുന്ന കുറച്ച് പരാതികൾ തീർക്കാൻ വേണ്ടിയിട്ട് കണക്ക് പറഞ്ഞിട്ട് പാളിപ്പോയ കണക്കാണ് എന്നുള്ളതാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി വേറൊരു സെനാരിയും കൂടെ അതിൽ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഭർത്താവാണ് മരിക്കുന്നത്, ഭാര്യയുണ്ട്, മാതാവ് പിതാവുണ്ട്, 2 പെൺകുട്ടികളാണെന്ന് വിചാരിക്കുക. അവിടെ ഇതേ കണക്ക് പ്രകാരം കൊടുക്കുകയാണെങ്കിൽ എന്താണ് 24 ലക്ഷം രൂപയാണ് ബാക്കിയുണ്ടെന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കുക. നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അതിൽ 4 ലക്ഷം മാതാവിനും 4 ലക്ഷം പിതാവിനും 3 ലക്ഷം ഭാര്യയ്ക്കും 8 ലക്ഷം വീതം 2 കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 8 + 8 16, 3 19, 8 27 ലക്ഷം വേണം. 24 ലക്ഷമേ സ്വത്തുള്ളൂ. ഈ 3 ലക്ഷം ലോൺ എടുക്കുകയെ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി സഹായിക്കുകയല്ല വേണ്ടി വരും അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം. ഇതാണ് അള്ളാഹുവിന്റെ കണക്കിന്റെ അവസ്ഥ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ആളുകൾക്ക് സ്ലൈഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തില് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യകാല തർക്കം എന്ന് പറയുന്നത് ഖലീഫ ഉമർ 2ാം ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് മുഹമ്മദ് നബി മദീനയുടെ ഭരണാധികാരിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അബൂബക്കർ 632 മുതൽ 634 വരെ ഏതാണ്ട് 2-3 വർഷക്കാലത്തോളം 1ാം ഖലീഫയായിട്ട് പ്രവർത്തിക്കുമ്പോഴൊന്നും ഇത്തരമൊരു വിഷയം വന്നിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം ഉമറിന്റെ കാലത്ത് ഈ ഒരു വിഷയം, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ തന്റെ പെൺകുട്ടികൾക്ക് സ്വത്ത് വീതം കിട്ടുന്നതിന് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നവുമായിട്ട് ഉമറിനെ സമീപിക്കുകയും ഉമർ ആ വിഷയത്തിൽ ആകെ നട്ടം തിരികെയും ചെയ്തു. അങ്ങനെ അവസരത്തിൽ ഇബ്നു അബ്ബാസും അതുപോലെ തന്നെ ഉസ്മാനുമായിട്ട് ഉമർ കൂടിക്കാഴ്ച നടത്തി. ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ നിയമപ്രകാരം ഇത് മരിച്ചുപോയ ഗൃഹനാഥന്റെ സ്വത്ത് വീതിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവരതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസോ ഉസ്മാനോ ഖണ്ഡിതമായൊരു അഭിപ്രായം പറഞ്ഞില്ല. കാരണം അവസാന അഭിപ്രായം പറയേണ്ട ആളതിൽ ഉമറാണ്, കാരണം അദ്ദേഹമാണ് ഖലീഫ. അങ്ങനെ അവസരത്തിൽ അദ്ദേഹം ഔല് എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. അത് കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം കണക്ക് ശരിയാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്തും മുസ്ലിങ്ങൾ സാധാരണ ചെയ്തു വരുന്ന
ഒരു പരിപാടിയാണ് ഔല് ചേർക്കുക എന്ന് പറയുന്ന പരിപാടി. ഇല്ലാത്ത ഒന്നിനെ കൂട്ടിച്ചേർക്കുക എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. ഇവിടെ ഈ 12 ലക്ഷം പറഞ്ഞ ഉദാഹരണത്തിൽ ആ 1 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം. 24 ലക്ഷം രൂപ പറഞ്ഞ ഉദാഹരണത്തിലും 3 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം. ഇത് രണ്ടും തികയാത്ത സാഹചര്യങ്ങളാണ്. മിച്ചം വരുന്ന സാഹചര്യങ്ങളുണ്ട്. മിച്ചം വരുന്ന സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. അത് പള്ളിയിലേക്ക് അല്ലെ മഹലിലേക്ക് സംഭാവന ചെയ്യുക, വഖഫ് ചെയ്യുക, അല്ലെങ്കിൽ അനാഥകൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചിരുന്നോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു വഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമാണ് മിച്ചം, കുറച്ച് പൊതുവഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കുക. അങ്ങനെയൊക്കെ പരിഹരിക്കാനായിട്ട് ആധുനിക കാലത്ത് പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അള്ളാഹു ഒരു കാര്യം കൃത്യമായിട്ട് സൂറത്ത് നിസായിന്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നു. 14-ാമത്തെ വചനത്തിലും അതിന് തുടർച്ചയുണ്ട്. എന്താണ് 13-ാമത്തെ വചനത്തിൽ പറയുക? അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു ഇവയൊക്കെ. അപ്പോ 10-ാമത്തെയും 11-ാമത്തെയും 12-ാമത്തെയും വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു. ഏതൊരാൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവനെ അള്ളാഹു താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോ പോലും പ്രവേശിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമപരിധികൾ അനുസരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. അതൊക്കെ ഇനി അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നം വല്ലതും ഉണ്ടോ? അത് അടുത്ത വചനത്തിലേക്ക് വേണം. 14-ാമത്തെ വചനത്തിൽ പറയുന്നു, ആർ അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കും. അപ്പൊ ഉമറുൽ ഖത്താബിനെ അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യം ഈ വചനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിച്ചേ പറ്റൂ. കാരണം അള്ളാഹുവിന്റെ നിയമപരിധി ലംഘിച്ചതാണ് ഉമറുൽ ഖത്താബ്. ഉമറുൽ ഖത്താബ് ഈ നിയമപരിധി ലംഘിച്ചു എന്നുള്ളതിൽ ഇബ്നു അബ്ബാസ് പിന്നീട് അദ്ദേഹത്തിന്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അത് ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായം നമുക്ക് ഹദീസിൽ തന്നെ കാണാം. അപ്പൊ അള്ളാഹുവിന്റെ നിയമപരിധി ലംഘിക്കാതെ ഉമറുൽ ഖത്താബ് എന്ന് പറഞ്ഞ ഭരണാധികാരിക്ക് ഒരു പടി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ ഭരണാധികാരി അല്ലാത്ത ആൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ രേഖപ്പെടുത്തിയിട്ട് പ്രയോജനമൊന്നുമില്ല. കാരണം ഈ നിയമപരിധികൾ ലംഘിക്കാതെ ലോകത്ത് മിക്കവാറും സ്വത്ത് വീത കേസിലൊന്നും ഒരു പരിപാടിയും നടക്കില്ല. അള്ളാഹു വിധിച്ച രീതിയിൽ അള്ളാഹു കൊടുത്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വത്ത് വിഭജനം നടത്തുമ്പോൾ ചുരുങ്ങിയത് ഒരു 100ഓളം പ്രശ്നങ്ങളിൽ, 100ഓളം സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. അത് 2 ഉദാഹരണം മാത്രമാണ് ഇവിടെ ഇപ്പൊ യുവി പറഞ്ഞത്. ഇത് കൂടാതെ ഏതാണ്ട് 90ഓളം വരുന്ന നിരവധിയായിട്ടുള്ള സാധാരണ സാഹചര്യങ്ങളുണ്ട്. 200ഓളം വരുന്ന അസാധാരണ സാഹചര്യങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിൽ സാധാരണവും അസാധാരണവുമായിട്ടുള്ള വിഷയങ്ങൾ വരും. ഏത് തരത്തിലുള്ള സാഹചര്യം എടുത്തു കഴിഞ്ഞാലും അള്ളാഹു ഒരു നിയമം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാൻ പാടില്ല. അത് അള്ളാഹു ഒരു കണക്ക് മുന്നോട്ട് വെക്കുകയാണ്. ഒരാൾ മരണത്തോടെ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം അല്ലെ സ്വത്ത് വിട്ടേച്ചു പോകുമ്പോൾ അത് എങ്ങനെയാണ് ബന്ധുക്കൾക്കിടയിൽ, സ്വന്തക്കാർക്കിടയിൽ വിതരണം ചെയ്യേണ്ടത് എന്നൊരു നിഷ്കർഷ, മറികടക്കാൻ പാടില്ലാത്ത, ലംഘിക്കാൻ പാടില്ലാത്ത നിഷ്കർഷ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ കണക്ക് കൃത്യമായിരിക്കണം. അല്ലാതെ അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ അള്ളാഹു സംഭവിച്ചത് സാധാരണ കാര്യം, ഒരു ഭിന്നസംഖ്യകളുടെ കൂട്ടുകൾ, അഡീഷൻ, അത് അദ്ദേഹത്തിന് അറിയാതെ പോയി എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ഈ ഭിന്നസംഖ്യകളുടെ കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ തുടങ്ങിയ പരിപാടികളെ സംബന്ധിച്ച് കാര്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഗണിക്കേണ്ടി വരും. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് ബാഗ്ദാദ് കേന്ദ്രീകരിച്ചിട്ട് ഗണിതശാസ്ത്രത്തിന്റെ വലിയ തോതിലുള്ള വളർച്ച വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയേണ്ടത് ആ വളർച്ചയോടൊപ്പം അതിന്റെ അടുത്തെങ്കിലും എത്താനായിട്ട് 7-ാം നൂറ്റാണ്ടിൽ നമ്മുടെ അള്ളാഹുവിന് പറ്റിയിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ അള്ളാഹുവിന് സംഭവിച്ച അബദ്ധം ഇവിടെ ഓഹരി വിതരണത്തിന്റെ കേസിൽ, പ്രത്യേകിച്ച് അനന്തരാവകാശ സ്വത്തിന്റെ കാര്യത്തിൽ വളരെ സ്പഷ്ടമാണ്. ഇത് ഖുർആനിലെ ഏറ്റവും വലിയ തെറ്റുകളുടെ ഒന്നായിട്ട് തുടക്കകാലം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതുകൊണ്ട് ഇതിനകത്ത് പുതുമയൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം ഇസ്ലാമിക ലോകം മനഃപൂർവ്വമായിട്ട് മറച്ചു വെക്കുകയും ഈ പറഞ്ഞ ഔല് പോലെയുള്ള പല പല പരിപാടികൾ കൊണ്ട് അതിനെ മൂടിയിട്ടോ അതിനെ മേലെ കുട്ടി അടിച്ചിട്ടോ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് പറയാനുള്ളതാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളെ, ആ പരിധികളെ മറികടക്കുന്നവർ തീർച്ചയായിട്ടും നരകാഗ്നിയിൽ പ്രവേശിക്കപ്പെടുന്നവരാണെന്ന് സൂറത്ത് നിസായിന്റെ 14-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഓർപ്പിക്കാം. വിശ്വാസികളോട് അത് ഓർപ്പിക്കാതെ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പരിധികൾ വെച്ചിട്ട് വിതരണം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കാതെ ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്
അന്തമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതില് ഈ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞ നേരത്തെ മൂന്നായത്താണ്. മൂന്നാമത്തെ വേറൊരു ആയത്ത് എന്ന് പറയുന്നത് 176 കണക്കുകൾ പറയുന്ന ആയത്താട്ടെ 3. അതിന്റെ ബിൽഡപ്പ് അപ്പുറപ്പുറമൊക്കെ ഉണ്ട്. ഓക്കെ, അതിലാണ് അതിന്റെ ടൈലൻഡ്. നമ്മളാ അദ്ദേഹത്തിന്റെ ടൈലൻഡ് ഇങ്ങനെയാണ്: നിങ്ങൾ പിഴച്ചു പോകുമെന്ന് കരുതി അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നു. അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റി അറിവുള്ളവനാകുന്നു. ഇതാണ് അള്ളാഹുവിന്റെ അറിവ്. ഇപ്പൊ സർവജ്ഞാനി എന്ന് പറഞ്ഞ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് കണക്ക് പറഞ്ഞു നോക്കിയപ്പോ ചെറിയ സ്വത്ത് തർക്കത്തിൽ വരെ നാട്ടുകാർ മുഴുവൻ തല്ലുണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അള്ളാഹുവിന് നമ്പർ വെച്ച് കളിക്കുമ്പോൾ അള്ളാഹുവിന് ശരിക്കും മുഹമ്മദിന്റെ ഓർമ്മയാണ്. പലപ്പോഴും പറഞ്ഞ കാര്യങ്ങള് പിന്നെ മറന്നു പോവുക, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് മൂപ്പര് ഈ നെസ്ക് ചെയ്യുന്ന പരിപാടികളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതേ സംഭവം അള്ളാഹുവിന്റെ നമ്പർ പല വിഷയത്തിലും നമ്പർ തെറ്റിപ്പോകുന്ന വേറൊരു സന്ദർഭം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് മുലകുടീന്റെ കേസിൽ ഇതേപോലെ നമ്പർ പാളിപ്പോകുന്ന ഒരു കേസ് ഉണ്ട്. അത് ഭയങ്കര കേസാണ്. അത് നമ്മള് സൂറത്തുൽ ലുഖ്മാനിലെ 31 അധ്യായത്തിലെ 14 വചനത്തിൽ ഇതേപോലെ നമ്പർ പാളിപ്പോയിട്ടുണ്ട്. അതായത് ആദ്യം പറഞ്ഞ നമ്പർ ഇങ്ങനെയാണ്: മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു. ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ട് മാതാവ് അവനെ ഗർഭം ചുമന്നത്. അവന്റെ മുലകുടി നിർത്തലുമാകട്ടെ 2 വർഷം കൊണ്ടാണ്. എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കൂ. എന്റെ അടുത്താണ് നിന്റെ മടക്കം. ഇവിടെ കൃത്യമായിട്ട് 2 വർഷം മുലകുടി. ആർക്കെങ്കിലും തർക്കം ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക്. അവിടെ ഈ 2 വർഷം എന്ന് പറയുമ്പോൾ 24 മാസം എന്നൊരു കണക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മയാണ് കേട്ടോ. 2 വർഷം 24 മാസമാണ്. അപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് പിടികിട്ടുക. 24 മാസമാണ് എന്തിന്റെ കാലം? മുലകുടി കാലം. അല്ലാതെ കുട്ടിക്ക് മുല കൊടുക്കേണ്ട വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 24 മാസം അല്ലെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് എന്ന് അള്ളാഹു ഒരു നിയമം കൊടുക്കാൻ വല്ല ആവശ്യമുണ്ടോ? ഒരമ്മയ്ക്ക് അറിയാം ഏത് പ്രായം വരെ കുട്ടിക്ക് മുല കൊടുക്കണം എന്നുള്ള കാര്യം. മുലപ്പാലം ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം എന്നുള്ളത് അറിയാം. പക്ഷെ അള്ളാഹു ഒരു നിബന്ധന വെക്കുകയാണ്: 24 വയസ്സ് വരെ, 24 മാസം പ്രായം വരെ കുട്ടിക്ക് മുല കൊടുത്താൽ മതി എന്നൊരു നിയമം അള്ളാഹു കൊണ്ട്. ലംഘിക്കരുത് കേട്ടോ. ഈ നിയമങ്ങളൊന്നും നമുക്ക് ലംഘിക്കാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത തമാശയിലേക്ക് പോകണമെങ്കിൽ അടുത്ത ഒരു ഖുർആൻ വചനത്തിലേക്ക് കൂടി പോകണം. അതാണ് നമ്മളെ സൂറത്തുൽ അഹ്കാഫിലെ 46 അധ്യായത്തിലെ 15 വചനം. അവിടെ ഈ മാതാപിതാക്കളെ കുറിച്ചാണ്. ഇത് സംഭവിച്ചാൽ ഇത് അള്ളാഹു ആണ് എന്ന് സങ്കല്പിക്കാൻ നിങ്ങൾക്ക് പെയിന്റ് അടിക്കേണ്ടി വരും. 6-ാം നൂറ്റാണ്ടിൽ മക്കയിലൂടെ തെക്ക് വടക്ക് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഇല്ല. അങ്ങനെ ചിന്തിച്ചാലേ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനുള്ള എളുപ്പം ഉണ്ടാവുള്ളൂ. അവിടെ എങ്ങനെയാണ് പറയണത്? 46:15 തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യരോട് അനുശാസിക്കുന്നു. അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അവനെ പ്രസവിക്കുകയും ചെയ്തു. അവന്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി 30 മാസക്കാലമാകുന്നു. അവിടെ അപ്പൊ മുലകുടി 2 വർഷമാണെന്ന് എവിടെ പറഞ്ഞു? ലുക്മാൻ അല്ലേ 31:14 പറയുന്നു. 24 മാസമാണെന്ന് 24 മാസമാണെന്ന് അവിടെ പറയുന്നത്. 2 വർഷമാണെന്നുള്ള നമ്പറാണ് അവിടെ പറയുന്നത്. ആ സാധനം ഇവിടെ എത്തുമ്പോ അറേബ്യൻ കാലണ്ടർ പ്രകാരവും ഈ 2 വർഷം എന്ന് പറഞ്ഞാൽ 24 മാസം തന്നെയാണല്ലോ. അതില് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലെ? തെറ്റൊന്നുമില്ല. അപ്പൊ 2 വർഷം ഇവിടെ പറഞ്ഞത് 30 മാസം. അതൊന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കണം. 30 മാസം തന്നെയാണോ? അതെ, 30 മാസം. 30 മാസം എന്ന് പറയുമ്പോ എങ്ങനെയായില്ല? അപ്പം 30 മാസം എന്ന് പറയുമ്പോ 2 വർഷം അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പം എത്ര വയസ്സ്? എത്ര? അപ്പൊ 2 വർഷവും 4 മാസവും. അപ്പൊ ഓക്കെ അല്ല. അപ്പോ മുലകുടിക്കാലം 2 വർഷമാണെന്ന് പറഞ്ഞു. ഗർഭധാരണവും ചേർത്തിട്ട് 30 മാസമാണെന്നും പറയുമ്പോ മനുഷ്യ സ്ത്രീയുടെ ഗർഭകാലം 6 മാസം ആവില്ലേ എന്നൊരു സംശയം. ഒന്നുകൂടെ കണക്ക് കൂടി നോക്കിയാലോ. 30-ൽ നിന്ന് 24 കുറച്ചാൽ അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം 6 ആണോ 10 ആണോ? സാധാരണ 9 മാസം 9.5 മാസം, ഏതാണ്ട് 9 മാസവും 18 ദിവസവുമാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത്. അത് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും 5-6 ദിവസങ്ങളുടെ വേരിയേഷൻ ഒക്കെ വരാം. ചിലപ്പോൾ 1-2 മാസങ്ങളുടെ വേരിയേഷൻ വരാം. നമ്മൾ പ്രിമച്വർ ബർത്ത് എന്നൊക്കെ പറയും. മാസം തികയാതെ പ്രസവിക്കുക എന്ന മലയാളത്തിൽ സാധാരണ ഭാഷയിൽ പറയുന്ന കാര്യം. പക്ഷെ ലേറ്റ് ആവാറില്ല. ഒരാഴ്ചക്കുള്ളിലൊന്നും പ്രസവം നീണ്ടു പോവാറില്ല. 3.5 വർഷത്തെ ഗർഭകാലത്തിന് ശേഷം പ്രസവിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. മഹാന്മാരിലുണ്ട്, മഹാന്മാരിൽ അങ്ങനെ ചില ആൾക്കാരോടൊന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് എന്തായാലും ഈ അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം മുലകുടി പ്രായം, ഒരു കുഞ്ഞിന് മുല കൊടുക്കേണ്ടത് 24 മാസമാണ്. ഗർഭകാലം
നമ്മുടെയൊക്കെ അറിവിൽ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 10 മാസം എടുക്കുകയാണെങ്കിൽ 34 മാസം വേണം ഈ ഗർഭകാലവും മുലകുടിക്കാലവും ചേർത്ത്. പക്ഷെ അള്ളാഹുവിന്റെ കണക്കിൽ അത് 30 മാസമേ ഉള്ളൂ. 30 മാസം ആകണമെങ്കിൽ മനുഷ്യ സ്ത്രീ 6ാമത്തെ മാസത്തിൽ ഗർഭിണിയായി 6ാം മാസത്തിൽ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. അങ്ങനെ ആണോ മനുഷ്യ സ്ത്രീകളുടെ ഗർഭകാലം? പല പല സസ്തനികളുണ്ട്, പ്രസവിക്കുന്ന പലതരം ജീവികളുണ്ട്. എലി, പൂച്ച, നായ, മുയല്, ഇവിടെയൊക്കെ ഗർഭകാലം വളരെ കുറവാണ്. പക്ഷെ മനുഷ്യരുടെ സാമാന്യ ഗർഭകാലത്തെ സംബന്ധിച്ച് പറഞ്ഞു 9.5 മാസം എന്ന് ഏതാണ്ട് ശരാശരി എടുക്കാം. ചിലപ്പോൾ 3 ആഴ്ച, 9 മാസവും 3 ആഴ്ചയൊക്കെ എടുക്കും. 10 മാസം തികയാറില്ല. അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീക്ക്, നമ്മൾ പറയുന്നത് സിസേറിയൻ ഒന്നും അല്ല, പ്രിമച്ചർ ബർത്ത് ആയിക്കോട്ടെ, 8 മാസം 9 മാസം ആയിക്കോട്ടെ, 6 മാസക്കാലത്ത് ഗർഭകാലത്ത് ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് അതിജീവന സാധ്യതയുണ്ടോ? ഈ 1400 വർഷം മുമ്പുള്ള കാര്യം എടുക്കണ്ട, 2021 24 അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ 6 മാസത്തിൽ പ്രസവിക്കപ്പെടുന്ന ഒരു കുഞ്ഞിന് അതിജീവന സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണെങ്കിലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് എങ്ങനെയാണ് ഈ ഗർഭകാലം 6 മാസമായത് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന്റെ സൃഷ്ടികളെല്ലാം ഉദാത്തമാണ്. അതിലേറ്റവും ഉദാത്തമായിട്ടുള്ള ഒന്നാണ് മനുഷ്യ സൃഷ്ടി. ആ സൃഷ്ടിയുടെ കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുക. എന്താണ്? ഗർഭകാലത്തെ സംബന്ധിച്ചും മുലകുടി കാലത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ കണക്കിൽ ഒരു 4 മാസം എന്നൊക്കെ ചെറിയ സംഖ്യയാണ്. നമ്മൾ അതിനെ 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 120 എന്നൊരു സംഖ്യ കിട്ടും. അത് ചെറിയൊരു സംഖ്യ ഒന്നുമില്ല. 120 ദിവസത്തിന്റെ വ്യത്യാസം അള്ളാഹുവിന്റെ കണക്കിൽ വരുന്നുണ്ട്. അതൊരു പ്രശ്നമല്ലേ? ഇത് ഓർമ്മപ്പെശകായിട്ട് നമ്മൾ കണ്ടാൽ മതി ശരിക്ക്. അല്ലെങ്കിൽ ഓർമ്മപ്പെശകാണോ അല്ലെങ്കിൽ പണ്ട് എഴുതി വെച്ച നമ്പറിൽ വന്ന പിഴവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു ഗതികേടലുണ്ട്. 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിനെ ചില ആൾക്കാര് ഒന്ന് കൂട്ടിയടിക്കാൻ ശ്രമിക്കുന്ന രീതിയും കൂടെ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ നേരത്തെ പ്രസവിക്കാറില്ലേ? 8ാം മാസത്തിൽ, 7ാം മാസത്തിൽ, 9ാം മാസത്തിലൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. 6ാം മാസത്തിൽ പ്രസവിച്ചിട്ട് ഈ കുഞ്ഞ് ജീവിച്ച ചരിത്രം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാണ്. അതൊന്ന് പറഞ്ഞു തരണം. അള്ളാഹുവിന്റെ ഗർഭകാലം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മനുഷ്യ സ്ത്രീയുടെ ഗർഭകാലം 6 മാസമാണെങ്കിൽ അത് സാധാരണ രീതിയാണ്. അസാധാരണത്വമല്ല പറയേണ്ടത്. അസാധാരണത്വമാണെങ്കിൽ അസാധാരണമായി നിങ്ങളുടെ കുട്ടികളുടെ മുലയൂട്ടലും ഗർഭകാലവും ചേർത്തിട്ട് 30 മാസമാകുന്നു അല്ലെങ്കിൽ 31 മാസമാകുന്നു എന്നൊക്കെ പറയാം. 30 മാസം അതും പ്രയാസം. ചുരുക്കുന്ന 31 മാസമെങ്കിലും വേണം. അതായത് 7ാം മാസം പ്രസവിച്ചാലേ 2 വർഷക്കാലത്തേക്ക് മുലയൂട്ടാൻ പറ്റും. 7ാം മാസക്കാലത്തെ പ്രസവം അപൂർവമായിട്ട് സംഭവിക്കുന്നതും കുട്ടികളിൽ അത്യപൂർവമായിട്ട് മാത്രം സർവൈവൽ സാധ്യതയുള്ളതുമാണ്. പഴയകാലത്തല്ല, ഇന്നത്തെ 20ാം നൂറ്റാണ്ടിലെയും 21ാം നൂറ്റാണ്ടിലെയും വൈദ്യശാസ്ത്ര പുരോഗതി വെച്ചിട്ടും സാങ്കേതിക വിദ്യയുടെ പുരോഗതി വെച്ചിട്ടും ഇൻക്യുബേറ്ററിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഈ കുട്ടിക്ക് ലിക്വിഡായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് സർവൈവ് ചെയ്യിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. 7 മാസമൊക്കെ ആകണം. പക്ഷെ അപ്പോഴും അള്ളാഹുവിന്റെ കണക്ക് 7 മാസം എടുത്താലും തെറ്റും. പക്ഷെ അള്ളാഹു പറയേണ്ടത് 9.5 മാസത്തിന്റെ അല്ലെങ്കിൽ 10 മാസത്തിന്റെ ഗർഭക്കണക്കാണ്. അവിടെ വെച്ച് അള്ളാഹുവിന്റെ ഒരു 4 മാസം കാണാതെ പോയി. അതൊരു അല്ല, ചെറിയ കാലം. ഇനി ഈ 4 മാസം കുറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ ഈ മാതാപിതാക്കളും നന്ദി കാണിക്കേണ്ടെന്നാണോ? ഈ ഈ 4 മാസം എക്സ്ട്രാ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ എന്താ ചെയ്യുക? മാതാപിതാക്കളോടെന്തോ നന്ദി കാണിക്കണം, മാതാപിതാക്കളോട് നന്ദി കാണിക്കണമെന്ന് ഒരു ദൈവം പറയേണ്ട കാര്യമില്ല. മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് ഇവരെ ബിൽഡപ്പ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ആളുകളാണെന്നും പറഞ്ഞിട്ടുള്ള മനുഷ്യർ മാത്രമല്ല, എത്രയോ ജീവജാലങ്ങൾ നമുക്കറിയാം. പക്ഷിവർഗത്തിൽപ്പെട്ടവ, മനുഷ്യരല്ലാത്ത സസ്തന്യ വർഗത്തിൽപ്പെട്ടിട്ടുള്ളവ, ഉരകങ്ങളിൽ പെട്ടിട്ടുള്ളവ, ഇവരൊക്കെ മാതാപിതാക്കളെ വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഓരോ ജീവികളുടെയും കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആ ജീവികളുടെ അമ്മമാരുടെ അടുത്ത് ചെല്ലുന്നത്, എങ്ങനെയാണ് ആ ജീവിവർഗങ്ങളിലെ അപ്പന്മാരെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് കാണുന്നതാണ്. ഇന്നിപ്പോ ഒരുവിധം സങ്കീർണമായിട്ടുള്ള കോശവ്യവസ്ഥയുള്ള വലിയ ജീവജാലങ്ങളിൽ, സങ്കീർണ ജീവജാലങ്ങളിലൊക്കെ തന്നെയും ഈ പറയുന്ന പൂർവികരോട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാതാപിതാക്കളോടും അതുപോലെ തന്നെ സന്താനങ്ങളോടും സ്നേഹം ഉണ്ടാകുക എന്ന് പറയുന്നത് പരിണാമപരമായിട്ടുള്ള ഒരു ഗുണമാണ്. അത് ദൈവത്തിന്റെ ഉപദേശം ആവശ്യമില്ല. ദൈവം പുസ്തകം ഇറക്കി കൊടുക്കാത്ത വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളിലൊക്കെ സാർവത്രികമായിട്ടുള്ള ഒന്നാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം. അത് പ്രവാചകൻ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ അവൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പും ഈ ദൈവം മാതാപിതാക്കളെ സ്നേഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മനുഷ്യന്റെ പൂർവികരും ഒക്കെ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള വളരെ
സ്വാഭാവികമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു ചെറിയ മനുഷ്യസ്നേഹ കലാപരിപാടിയായിരുന്നു ഈ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒക്കെ. അതിന് ദൈവത്തിന്റെ അനുശാസനമൊന്നും ആവശ്യമില്ല. ഈ അനുശാസനം കേൾക്കാത്ത ആൾക്കാർ ഇന്നും ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവരൊക്കെ ഈ മാതാപിതാക്കളെ ഈ ദൈവവചനം കൂടാതെ സ്നേഹിക്കുന്നു. അത് അത് അനാഥകളുടെ കാര്യത്തില് സ്വന്തം എന്താണ് അബൂ താലിബ് ഈ പറഞ്ഞ വചനം ഒന്നും എടുക്കാതെ തന്നെ അബൂ താലിബ് അനാഥയായ മുഹമ്മദിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനൊന്നും മൂപ്പർക്ക് അള്ളാഹുവിന്റെ ഒരു വഹിയോ ഒരു മാലാക വന്ന് കെട്ടിപ്പിടിക്കലോ കഴുത്തിന് പിടിച്ചിട്ട് വായിക്കട എന്ന് പറയേണ്ട അവസ്ഥ ഗതികേടൊന്നും വന്നിട്ടില്ല. എന്നാലും ആ അനാഥയെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മതം സ്വീകരിച്ചിട്ടുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഓർമ്മശക്തി, എനിക്ക് അള്ളാഹുവിനെ മറ്റേ നമ്മളെ പിന്നെ നരസിംഹത്തിൽ പറയുന്ന പോലെ വലിയ ചന്ദനാദിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹുവിന് ഇതേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് മുമ്പ് ഒരു നമ്പർ പറയും, ആ നമ്പർ അതിന് ഡിവിഷൻ ചെയ്ത് അതിനെന്തെങ്കിലും വിഭജിച്ചിട്ട് വേറെ രീതിയിൽ പറയുമ്പോൾ ആ നമ്പർ മറന്നു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഖുർആനിലെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ അഹ്റാഫിൽ 7:54, സൂറത്ത് യൂനുസിലെ 10:3, സൂറത്തുൽ ഹൂദിലെ 11:7, ഫുർഖാനില് 59-ാമത്തെ വചനം. ഈ വചനത്തിലൊക്കെ പറയുന്നത് എന്താണ്? 6 ദിവസങ്ങളിലായിട്ടാണ് ആകാശവും ഭൂമിയും, ആകാശവും പ്രപഞ്ചവും എന്നല്ല കേട്ടോ, ആകാശവും ഭൂമിയും എന്നാണ് പറയുന്നത്. ഓക്കെ, സമാവാത്തി വല്ലർദ് എന്നുള്ള പ്രയോഗമാണ് പറയുന്നത്. 6 ദിവസങ്ങളാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അവനത്രേ എന്ന് പറഞ്ഞിട്ട് അവൻ ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അർഷ് എന്ന് പറഞ്ഞ സാധനം കസേരയിലാണ് ഇരിക്കുക. ഓക്കെ, 6 ദിവസങ്ങൾ സൃഷ്ടിച്ചു. ഇതേ പ്രശ്നം അള്ളാഹുവിനുണ്ട്. ഈ അള്ളാഹു ഈ പറഞ്ഞ 6 ദിവസത്തിൽ സൃഷ്ടിച്ചത് വിഭജിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ. എങ്ങനെയാണ് ഈ 6 ദിവസത്തിന്റെ ഡീറ്റെയിൽ എന്ന്? 6 ദിവസത്തിന്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ്. സൂറത്തിൽ 41-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ ഫുസ്സിലത്തിൽ ഇങ്ങനെയാണ് വിഭജിക്കുന്നത്. 6നെ വിഭജിക്കുകയാണ് കേട്ടോ. 6 ദിവസങ്ങളിലാണ് അള്ളാഹു പ്രപഞ്ചത്തെ ആകാശഭൂമിയുടെ സൃഷ്ടിച്ചതെന്നുള്ള പറഞ്ഞിട്ടുള്ള അള്ളാഹു 6 ദിവസത്തിന് വിഭജിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്ത് പറയണം. അതിന്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. നീ പറയുക, 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവന് നിങ്ങളെ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത്? അവനാകുന്നു ലോകങ്ങളുടെ രക്ഷിതാവ്. ഇത് സൂറത്തുൽ ഫുസ്സിലത്തിലെ 9-ാമത്തെ വചനമാണ്. അതിന്റെ തൊട്ടതാഴെ അവിടെ 2 ദിവസങ്ങളിലായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അതിന് വജഅല ഫിഹാ, ആ ഭൂമിയിൽ അതിൽ, അത് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഭൂമിയിലാണ് ഇനി അടുത്ത പരിപാടി. അതിന്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഓർമ്മയില്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ചില ഈ അള്ളാഹുവിനെ പോലെ ഓർമ്മ കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം 2 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി, അതിനുശേഷം അതിൽ ഭൂമിയുടെ മേലെ പർവ്വതങ്ങളെ സ്ഥാപിച്ചു, ആഹാരങ്ങൾ വ്യവസ്ഥ ചെയ്തു. അത് എത്ര ദിവസം കൊണ്ടാണ്? 4 ദിവസം. അപ്പൊ പറഞ്ഞ 2 പിന്നീട് പറഞ്ഞ 4 ചേർത്തിട്ട് മൊത്തം ദിവസം ഇപ്പൊ 6 ആയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഓർമ്മപ്പിശകുള്ളത് കൊണ്ട് മാത്രം പറയുക. അതെ, അള്ളാഹുവിനെ പോലുള്ള ഓർമ്മയാണെങ്കിൽ നമ്മളെ പഴയ വലിയ ചന്ദനാദി എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യല്ല, അതൊരു തമാശയിൽ എടുത്താൽ മതി. ഓക്കെ, 2 ദിവസം കൊണ്ട് ഭൂമി ഉരുട്ടിട്ട് മണ്ണ് കുഴച്ച് ഉരുട്ടി സെറ്റാക്കി ഉരുണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് 4 ദിവസം കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള്, മലകള് എന്നൊക്കെ വെച്ചിട്ട് മുമ്പ് ഇതിന് സെറ്റാക്കി വെക്കുന്നു. 6 ദിവസം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? നേരെ അടുത്ത വചനത്തിലേക്ക് പോവാണ്. 11-ാമത്തെ വചനം. പിന്നെ അവൻ ആകാശത്തിന് നേർക്ക് തിരിഞ്ഞു, അതൊരു പുകയായിരുന്നു. ഇത് മൊത്തം പുകയാണ്. എന്നിട്ട് അതിനോടും ഭൂമിയോടും ഇതിന്റെ ഇതിന്റെ വിശദീകരണമായിട്ട് നമ്മള് ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവും ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്താന്നുള്ള ഈ വിശദീകരണം. നമ്മള് ഇന്ന് നമ്പറിലുള്ള തെറ്റുകൾ മാത്രമാണ് പിടിക്കുന്നതുകൊണ്ട് അത് നമ്മൾ ഇന്ന് പിടിക്കുന്നില്ല തൽക്കാലം. ഓക്കെ, അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ അനുസരണപൂർവ്വമോ നിർബന്ധിതമായോ വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. കാർട്ടൂൺ ക്യാരക്ടറുള്ള കഥ. അവിടെ ഒരു കാര്യം, ഏത് രണ്ടിനോടുമാണ് പറഞ്ഞത്? പുകയായിരിക്കുന്ന ആകാശത്തിനോടും ഭൂമിയോടും. ഒന്ന് പുകയാണ്, രണ്ടാമത്തെ കാര്യം ഭൂമിയാണ്. അപ്പൊ അത് 2 എന്താണെന്ന് പിന്നീട് സംശയം ആർക്കും വരാതിരിക്കാനാണ് അവ രണ്ടിനോടും. അപ്പൊ അവ എന്ന് പറഞ്ഞത് 2ആണ്. ഒന്നിൽ കൂടുതലുള്ള സമയത്താണ് അവ എന്ന് പറയുക. ഓക്കെ, അവ രണ്ടിനോടും പറയും. ഈ ബാക്കിയൊന്ന് വായിക്കുകയോ. പറഞ്ഞു, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. നമ്മള് ചില ആനിമേഷൻ മൂവിയൊക്കെ കാണുന്ന പോലെ ഭൂമിയൊക്കെ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, പുകയും പറയാണ്. അപ്പൊ അള്ളാഹുവിന് ഒരുപാട് ദൂരെ ആയിരിക്കും ഈ പുകയും ഭൂമിയും. നിങ്ങൾ നിർബന്ധിതപൂർവമായിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ചോ അനുസരണപൂർവമായോ വരിക എന്ന് പറഞ്ഞു. അവര് 2 പേരും വന്നു. അപ്പൊ കുറച്ച് ദൂരെ ആയിരിക്കും അല്ലെ? അള്ളാഹുവിന് കുറച്ച് ദൂരെയാണെങ്കിൽ ഇവരും കുറച്ച് ദൂരെ ആയിരിക്കും. അങ്ങോട്ട് നിങ്ങളെല്ലാരും വരി കോയാന്ന് പറഞ്ഞിട്ട് അപ്പൊ 2 കോയമാരും വരികയാണ്. പുക എന്ന കോയയും ഭൂമി എന്ന കോയയും കൂടെ വരികയാണ്. എന്നിട്ട് പറയും, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നത്, നമ്മളിവിടെ ഹാജർ സാർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ മുമ്പ് നേരെ എന്താ ചെയ്യണേ? രണ്ടാം കൂടെ ഹാജരായപ്പോ അടുത്ത വചനത്തിലേക്ക് പോവാണ്. അങ്ങനെ 2 ദിവസങ്ങളിലായി, വീണ്ടും 2, അങ്ങനെ 2 ദിവസങ്ങളായി
7 ആകാശങ്ങളാക്കി തീർത്തു. മറ്റേ ഉള്ളിയൊക്കെ അരിയുന്ന പോലെ. നേരത്തെ പറഞ്ഞ ഉം. അവ രണ്ടും എന്ന് പറഞ്ഞപ്പോ അത് ഭൂമിയും പിന്നെ പുകയുമായിരുന്നു. അതെ. അപ്പൊ ഇവിടെ വരുന്ന അവ എന്ന് പറയുമ്പോൾ അവയെ അവൻ 7 ആകാശങ്ങളാക്കി. അപ്പൊ ഭൂമിയെയും ഈ പുകയായിട്ടുള്ള സാധനങ്ങളും കൂടെ ചേർത്തിട്ട് 7 ആകാശങ്ങളാക്കി എന്ന് വായിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവ എന്നുള്ളതിലൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓക്കെ ഓക്കെ. അവയെ എന്ന് പറയുമ്പോഴുള്ള കുഴപ്പം, ഒന്ന് പുക എന്നുള്ളൊരു സാധനം ആണ് അവ കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു കാരണവശാലും പുകയെ അവ എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? പുക അൺകൗണ്ടബിൾ ആണ്. അപ്പം ഒരു പുക 2 പുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ അപ്പൊ ഒരടുത്ത് നിൽക്കാനുള്ള ഒരു പുക തരുമോ എന്ന് ചോദിക്കും. അത് വേറെയാണ്. പുക എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളിൽപ്പെടാണ്. ഒരു വായു, ഒരു വെള്ളം ചായക്കടയൊക്കെ ചെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കട ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അർത്ഥത്തിൽ ഒരു വെള്ളം എന്ന് പറയാം. അല്ലാതെ ഒരു വെള്ളം, ഒരു വായു, ഒരു പുക എന്നൊന്നും ഭാഷയിൽ പറയാൻ പാടില്ല. അത് മലയാള ഭാഷയിൽ മാത്രമല്ല, അറബി ഭാഷയിലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യം ആകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഒരു പുകയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു പ്രശ്നമുണ്ട്. പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാർബൺ ഉൾക്കൊള്ളുന്ന ഒരു ഗ്യാസ്, ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാർബൺ പ്രൈം ആയിട്ടുള്ള ഒരു മാറ്റർ ആയിട്ടും ഉള്ള ഒരു സാധനത്തെയാണ് നമ്മൾ സ്മോക്ക് അല്ലെങ്കിൽ പുക എന്ന് പറയുക. അത് യഥാർത്ഥത്തിൽ ഒരു വസ്തു, ഒരു ഖരവസ്തു, അല്ലെങ്കിൽ ഒരു വാതക വസ്തു, അല്ലെങ്കിൽ ഒരു ദ്രാവക വസ്തു കത്തിത്തീരുമ്പോ കത്താതെ അവശേഷിക്കുന്ന സാധനത്തിനുണ്ടാകുന്ന സാധനമാണ് ഈ കാർബൺ എന്ന് പറയുന്നത്. ഒരു സാധനം കത്തും. അപ്പോ ഇത് പ്രപഞ്ചത്തിന്റെ തുടക്കത്തില് പ്രപഞ്ചം അതെങ്ങനെ ഉണ്ടായി? കോസ്മിക് ഡസ്റ്റ് എന്നൊരു സംഭവം ഉണ്ട്. അത് ആ കോസ്മിക് ഡസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഈ സൗരയൂഥം അടക്കമുള്ള എല്ലാ ഗാലക്സികളും ഉണ്ടായിട്ടുള്ളത്. ഇത് ശാസ്ത്രീയ പഠനമാണ്. അതിനെ കോസ്മിക് സ്മോക്ക് ആക്കി. ഖുർആനിൽ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഡസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്, സ്മോക്ക് കൊണ്ട് ഉണ്ടാക്കിയത് ആകാശങ്ങളെയാണ്. അപ്പോ തന്ത്രപൂർവം ഈ കോസ്മിക് ഡസ്റ്റ് എന്ന് പറയുന്ന കാര്യത്തെ കോസ്മിക് സ്മോക്ക് ആക്കിയിട്ട് ഈ പറഞ്ഞ വചനത്തിൽ പറഞ്ഞിട്ടുള്ള സ്മോക്ക്, പുക എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ രൂപം എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളതാണ്, പുക വേറെ പൊടി വേറെ. ധൂമം, പുകയും പൊടിയും. ഈ പറഞ്ഞ സമയത്ത് എങ്ങനെ ഭൂമി അവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ശാസ്ത്രമൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക, ആ സൈഡിലേക്ക് മാറി നിൽക്കുക എന്ന് പറയും. 1378 വർഷങ്ങൾക്ക് മുമ്പ് ആണ് പ്രപഞ്ച വികാസം തുടങ്ങിയെന്നാണ് നമ്മൾ പഠിച്ചു വരിക. പ്രപഞ്ചം ഉണ്ടായതല്ല, പ്രപഞ്ച വികാസത്തിന്റെ തുടക്കം 1378 വർഷം മുമ്പാണ്. തുടക്കമാണ്. ഒടുങ്ങിയിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ 1378 കോടി വർഷങ്ങളായിട്ട് പ്രപഞ്ച വികാസം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിപ്പ് അവസാനിച്ചോ? ഇല്ല. പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകുന്നു, പുതിയ നെബുലകൾ ഉണ്ടാകുന്നു, പുതിയ ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, പുതിയ ഗാലക്സികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ച വികാസം തുടങ്ങി ഇന്നേ വരെയും പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്ന ഈ സാധനം, പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ, വികാസം അവസാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സയൻസിന്റെ ഭാഷയിൽ പ്രപഞ്ച വികാസം, പ്രപഞ്ച സൃഷ്ടി എന്ന് ഇവർ പറയുന്ന സാധനം അവസാനിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹു എത്ര ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണ്? 6 ദിവസം കൊണ്ട് അവസാനിച്ചു. ആ 6 ദിവസം, 1-ാമത്തെ ദിവസം ചെയ്ത പരിപാടി എന്താണ്? ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പം ആകാശത്തെ സൃഷ്ടിച്ച എത്രാമത്തെ ദിവസമാണ് എന്ന് ചോദിക്കുമ്പോൾ 7-ാമത്തെ ദിവസമാണെന്ന് പറയേണ്ടി വരും. ആദ്യത്തെ 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു. അടുത്ത 4 ദിവസം കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ അതിൽ ക്രമീകരണങ്ങളൊക്കെ നടത്തി പർവ്വതങ്ങളൊക്കെ സ്ഥാപിച്ചു വെച്ചു, ആഹാരമൊക്കെ വ്യവസ്ഥ ചെയ്തു. അതിനുശേഷം സുമ്മ എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം അതിനുശേഷം എന്നാണ്. അതോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് പുതിയ വ്യാഖ്യാതാക്കളൊക്കെ ഇത് ശരിയാക്കാനായിട്ട് കൊണ്ടുവരുന്നു. അതോടൊപ്പം, അതായത് ഭൂമിയുടെ മേൽ അള്ളാഹു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ സമയത്ത് അള്ളാഹു ആകാശത്തിന്റെ മേലും പണിയെടുത്തിരുന്നു എന്ന് കാണിക്കാനായിട്ടൊക്കെ സുമ്മ എന്ന് പറയുന്ന ആ അറബി വാക്കിന് ഖുർആനിൽ ഒരിടത്തും ഇല്ലാത്ത വേറൊരർത്ഥം. എന്താർത്ഥം? അതിനോടൊപ്പം എന്ന രീതിയിൽ ചില അർത്ഥങ്ങളൊക്കെ കൊടുത്ത് ഇന്നത്തെ തർജ്ജമക്കാർ എഴുതി വയ്ക്കുന്നു. അതിന്റെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ഒക്കെയും അതിനുശേഷം, പിന്നീട് എന്ന് തന്നെയാണ്. അപ്പോ പിന്നീട് എന്ന് പറയുമ്പോൾ 6 ദിവസത്തിന് ശേഷം 7-ാമത്തെ ദിവസവും 8-ാമത്തെ ദിവസവും കൊണ്ടാണ് ആകാശത്തിന്റെ പണി തീർക്കുക. എന്നിട്ട് 8-ാമത്തെ ദിവസമോ 7-ാമത്തെ ദിവസമാണ് സമീപസ്ഥമായ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആധുനിക ഇസ്ലാമിക പണ്ഡിത ഭാഷ്യത്തിൽ അല്ലെങ്കിൽ ദഅ്വാ പ്രവർത്തന ഭാഷ്യത്തിൽ നമ്മുടെ ദൃശ്യപ്രപഞ്ചം. ഓക്കെ, ആ ദൃശ്യപ്രപഞ്ചത്തില് സൂര്യനെയും ചന്ദ്രനെയും ആകാശങ്ങൾക്കിടയിൽ കൊണ്ടുപോയി വെച്ചത് ഈ ഖുർആൻ വചനം. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 7-ാമത്തെ ദിവസവും 8-ാമത്തെ ദിവസമാണ്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചത് ഭൂമിക്ക് മുമ്പ് തന്നെ സൂര്യൻ രൂപം കൊണ്ടു, ആ നക്ഷത്രം അവിടെ ഉണ്ടായത് കൊണ്ട് ആ നക്ഷത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്ന ധൂമം അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ ഈ പറഞ്ഞ തന്മാത്രാ രൂപത്തിലുള്ള പ്രപഞ്ച വസ്തുക്കൾ, അവയൊക്കെ ചെറിയ കണങ്ങൾ വലിയ കണങ്ങളോട് കൂടി ചേർന്ന് അവ ഓരോ കണത്തിനുമുള്ള ആകർഷണ ശക്തി കാരണം
അവയൊക്കെ സമ്മേളിച്ച് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായി. അത് നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ഉണ്ടായതിന് ഏതാണ്ട് 50,000 മുതൽ ഉള്ള വർഷം, 5 ലക്ഷം വരെയുള്ള വർഷത്തിനുള്ളിലാണ്, അല്ലെ 50 ലക്ഷം വരെയുള്ള വർഷം ഒരുപക്ഷെ എടുത്തിരിക്കാം. അപ്പൊ അത്രയും പ്രായ വ്യത്യാസം, 50 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള പ്രായ വ്യത്യാസം, പ്രായത്തിന്റെ മൂപ്പ് ആർക്കുണ്ട്? സൂര്യനുണ്ട്. സൂര്യൻ ചേട്ടനുണ്ട് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്, ഭൂമിയെക്കാൾ. പക്ഷേ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ഭൂമിയാണ്. അപ്പൊ ഭൂമിയുടെ സൃഷ്ടി എപ്പോഴായിരിക്കണം? 1378 കോടി വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. വർഷം മുമ്പ്. പക്ഷെ നമ്മൾ പഠിച്ചിടത്തോളം 456 കോടി വർഷത്തിന്റെ പഴക്കമേ നമ്മുടെ ഭൂമിക്കുള്ളൂ. അതിന് ഏതാണ്ട് ഒരു 50 ലക്ഷം വർഷത്തിന്റെ പഴക്കം കൂടുതൽ മാത്രമേ സൂര്യനുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 930 കോടിയോളം വർഷം ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് മറന്നുപോയോ എന്നൊരു സംശയം. അതെ. ഇവിടെയുള്ള ഫസ്റ്റ് പ്രശ്നം 2 + 4 + 2, അപ്പൊ അതിന് 8 ദിവസമായി. മൂപ്പര് നേരത്തെ പറഞ്ഞ ഗർഭകാലത്തിൽ പറഞ്ഞ അതേപോലുള്ള പ്രശ്നമാണ്. 2 വർഷം മുലകുടി എന്ന് പറഞ്ഞിട്ട് 30 മാസം മുലകുടി പ്രസവവും എല്ലാം കൂടെ എന്ന് പറഞ്ഞിട്ട് അതേപോലെ പാളിപ്പോയ പോലെ ഇവിടെ 6 പറഞ്ഞ എല്ലാ 6നെയും ഇവിടെ തള്ളിയിട്ട് ഇവിടെ എന്താവുന്നു, നേരെ പോയിട്ട് 8 ദിവസമായിട്ട് എണ്ണും. എന്നിട്ട് ആ 8നെ പിടിച്ചിട്ട് എങ്ങനെങ്കിലും 6 ആക്കാനുള്ള വിക്രിയകളാണ് ഈ പണ്ഡിതന്മാര് മൊത്തം ഇരുന്നിട്ട് മുഫസ്സിറുകളൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ 6ന്റെ കണക്ക് തന്നെ എടുത്തിട്ട് ഈ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നമ്മുടെ സഹീഹ് മുസ്ലിമിലെ 2789. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി എന്റെ കൈ പിടിച്ചുകൊണ്ട്, അല്ല അബൂ ഹുറൈറ അവിടെ വരൂ, കൈ പിടിച്ചിട്ട് പറയാണ്, ശനിയാഴ്ച ദിവസമാണ് മണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത്, ഞായറാഴ്ച അതിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. അവിടെ തന്നെ പാളി. പർവ്വതങ്ങൾ ആദ്യത്തെ 2 ദിവസത്തിലല്ല ഉണ്ടാക്കിയതെന്നാണ്, പിന്നത്തെ 4 ദിവസത്തിലാണ് ഖുർആനിൽ പറയുന്നത്. ആ ദിവസത്തില് ഭൂമി ഉരുട്ടുകയാണ് ചെയ്തത്. മൂപ്പര് ഉരുട്ടി ശരിയാക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതിൽ പർവ്വതങ്ങൾ മറ്റുള്ള സാധനങ്ങളൊക്കെ 4 ദിവസത്തിലാണ്. ഇവിടെ പറഞ്ഞ എന്താ, ശനിയാഴ്ച ദിവസമാണ് മണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത്. മണ്ണിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയായിട്ട് എടുക്കാം. ഓക്കെ, ഞായറാഴ്ച അതിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. ആദ്യത്തെ 2 ദിവസത്തിൽ പർവ്വതം വന്നു. എന്നിട്ട് വൃക്ഷങ്ങളെ തിങ്കളാഴ്ചയും വെറുക്കപ്പെട്ട അത് കറാഹത്തായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, ചൊവ്വാഴ്ചയും. അതിലിപ്പോഴും ഇതിൽ ചൊവ്വാഴ്ചയില മറ്റേ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ, ചൊവ്വാഴ്ച അത്ര ചൊവ്വല്ല എന്നുള്ള ചൊവ്വാഴ്ച ഉണ്ടാക്കി. പ്രകാശത്തെ ബുധനാഴ്ച ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട്? തിങ്കളാഴ്ച മരങ്ങളെ ഉണ്ടാക്കി, അപ്പോ പ്രകാശത്തെ ബുധനാഴ്ച ഉണ്ടാക്കി. ഫോട്ടോസിന്തസിസ് ഒക്കെ മരങ്ങൾക്ക് അത്യാവശ്യമല്ലേ ജീവിച്ചു പോകാനായിട്ട്? പാവങ്ങൾക്ക് 2 ദിവസം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് വേണ്ട എന്നുള്ള പരിപാടിയിലുണ്ടോ? ആദ്യം പ്രകാശത്തെ ഉണ്ടാക്കിയിട്ട് പിന്നെ മരങ്ങളെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ കണക്കിലൊരു ശരി വന്നില്ല അല്ലേ? ഫോട്ടോസിന്തസിസിനൊക്കെ പ്രകാശം അത്യാവശ്യമാണ്. ചെറിയ പ്രകാശം എന്ന് പറയാം, LED ബൾബ് കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയില്ല. അപ്പൊ കാര്യമായിട്ടുള്ള വലിയ എന്താ പറയാ, സൂര്യനെ പോലെ അടുത്ത നക്ഷത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുള്ളൂ. പക്ഷേ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാക്കി 2 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങേർക്ക് പ്രകാശത്തെ ഉണ്ടാക്കുന്നത്. ബുധനാഴ്ചയാണ് പ്രകാശത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം കംപ്ലീറ്റ് ഇരുട്ടിലാണ് സൃഷ്ടി പരിപാടി. മരങ്ങളെ ഉണ്ടാക്കിയത് ഇരുട്ടിലാണ്, ഭൂമിയെ ഉണ്ടാക്കിയത് ഇരുട്ടിലാണ്, പർവ്വതങ്ങളെ സ്ഥാപിച്ചത് ഇരുട്ടിലാണ്. ചൊവ്വല്ലാത്ത സാധനങ്ങളെ, അതിലപ്പോ എനിക്ക് തോന്നുന്നു പട്ടി, പന്നി, അങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഓരോ സാധനങ്ങൾ. കറാഹത്തുള്ള ഞണ്ടൊക്കെ വരും കേട്ടോ. കറാഹത്താണ് ഞണ്ടൊക്കെ ആൾക്കാര് അങ്ങനത്തെ സാധനങ്ങൾ ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. ആദ്യത്തെ 4 ദിവസം അള്ളാഹു ഇരുട്ടത്തിരുന്നിട്ടാണ് നിർമ്മാണ പ്രക്രിയ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ മരമൊക്കെ ഇരുട്ടത്തിരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം ആകുമ്പോൾ മരമൊക്കെ വാടിപ്പോയില്ലേ? ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ, മരം മാവോ പ്ലാവോ ഒക്കെ ആണെങ്കിൽ 1-2 ദിവസമൊക്കെ ഇരുട്ടത്തൊക്കെ നിന്നോളൂ. ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ പരിപാടി ആകെ പ്രശ്നമാണ്, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ചെറിയ കണക്കിൽ അത് പോട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കാര്യം നോക്കാം. വ്യാഴാഴ്ച അതില് നമ്മള് ഈ ദിവസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം അതില് ബുധനാഴ്ച സൃഷ്ടി, പിന്നെ എന്ത് ചെയ്യുന്നു, ചൊവ്വ അല്ലാത്ത സാധനങ്ങൾ സൃഷ്ടിച്ചു, പ്രകാശത്തെ ബുധനാഴ്ചയും സൃഷ്ടിച്ചു. ജീവജാലങ്ങളൊക്കെ മൊത്തം ഉണ്ടാക്കിയത് വ്യാഴാഴ്ചയാണെന്ന് അതിൽ പറയുന്നുണ്ട് കേട്ടോ. വ്യാഴാഴ്ചയാണ് ബാക്കി ജീവജാലം എന്ന് പറയുമ്പോ മരങ്ങളും ചെടികളൊക്കെ ജീവജാലത്തിൽ അള്ളാഹു പെടുത്തിയിട്ടില്ലേ? ജീവനുള്ള അള്ളാഹുവിന് അത് ജീവികളല്ല, ജീവനില്ല മരത്തിന്. മരം ജീവൻ വെക്കുക അവസാന കാലഘട്ടത്തിൽ ജൂതന്മാർ ഒളിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അത് ഗർഗത് മാത്രം അവിടെ പറയില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാ മലകളും കല്ലുകളും ഒക്കെ സംസാരിക്കും കേട്ടോ. അവിടെ വിളിച്ചു പറയേണ്ട, വരൂ മുസ്ലിം, അല്ലയോ മുസ്ലിമെ വരൂ, എന്റെ പിന്നിൽ ഒരു ജൂതിനെ ഒളിച്ചിരിക്കുന്നു, വന്ന് കൊന്നുകൊള്ളു. വളരെ സ്നേഹപൂർവ്വം മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മരങ്ങളെ വിളിച്ചു പറയും, കല്ലുകളെ വിളിച്ചു പറയും. ജൂതന്മാരോട് വിരോധമുള്ളതുകൊണ്ടാണ്. പോട്ടെ, എന്തായാലും മരങ്ങൾ സംസാരിക്കും, അതൊന്നും കുഴപ്പമില്ല. എനിക്കെന്റെ സംശയം, ഈ ദിവസം എന്ന് പറയുന്നത് ഒരു രാത്രിയും ഒരു പകലും ഉൾക്കൊള്ളുന്ന കാലഘട്ടത്തെയല്ലേ? അതായത് ഒരു ഗ്രഹം, ഒരു ഉപഗ്രഹം അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ
ഭ്രമണം ചെയ്യാൻ പൂർണ്ണമായിട്ടും 360 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയത്തെ ആണ് നമ്മൾ ദിവസം എന്ന് പറയും. അതായത് ഭൂമി പോലുള്ള ഒരു ഗ്രഹത്തിലാണെങ്കിൽ രാവും പകലും അതിന്റെ ചില പ്രദേശങ്ങളിൽ, ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ട് സംഭവിക്കുന്ന, എന്നാൽ ധ്രുവ പ്രദേശങ്ങളിൽ അത്ര സാധാരണമല്ലാത്ത ഒന്നാണ് ഈ കൃത്യമായിട്ട് രാവും പകലും മാറിയത്. എങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറായിട്ട് കണക്ക് കൂട്ടുന്നത് അതിന്റെ സാങ്കല്പം വെച്ചതുകൊണ്ടിൽ ഭൂമി ഒരു വട്ടം ഭ്രമണം ചെയ്യാൻ സ്വയം കറങ്ങാൻ എടുക്കുന്ന സമയത്തെയാണ്. അവിടെ രാവും പകലും നിർബന്ധമാണ്. അപ്പൊ ഈ പ്രകാശം ഉണ്ടാക്കുന്നതിന് മുമ്പ് ശനിയാഴ്ചയും ഞായറാഴ്ച എങ്ങനെയാണ് പകൽ ഉണ്ടായതെന്നാണ് എന്റെ ഒരു സംശയം. കാരണം പ്രകാശം ഉണ്ടെങ്കിലേ പകൽ ഉണ്ടാകും. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ആകണമെങ്കിൽ ശനിയാഴ്ച പകല് വെളിച്ചം വേണം, ഞായറാഴ്ച പകല് വെളിച്ചം വേണം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പകല് വെളിച്ചം വേണം. പക്ഷെ അള്ളാഹു വെളിച്ചത്തെ സൃഷ്ടിക്കുന്നത് ബുധനാഴ്ചയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കണക്കുകളൊന്നും ശരിയാവുന്നില്ല ഗംഗാധര എന്ന് ചോദിച്ച പോലുള്ള ഒരു സാധനമാണ്, അതായത് പഞ്ചാബി ഹൗസിലെ. പക്ഷെ അവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്, ഇതിലൊരു പെയിന്റ് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 6 ദിവസങ്ങളിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. എല്ലാടോ 1350 കോടി വർഷമല്ലേ ഇപ്പം കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ വികാസം തന്നെ തുടങ്ങിയിട്ട് അത്രയും കാലമില്ലേ? വെറും 6 ദിവസം. അത് 6 ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ 6 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നവനാണ് കൊഞ്ഞനം കുത്തുന്ന ഹദീസാണ് ഇത്. ശനിയാഴ്ച ഓരോ ദിവസത്തിനും പേരിട്ടിട്ടാണ് അങ്ങനെ നമ്പർ വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോ ഇപ്പൊ ഇന്നലെ ചെടി കുഴിച്ചിട്ട് നാളെ വെളിച്ചം ഉണ്ടാക്കിയൊക്കെ ഒരു ദിവസമൊക്കെ ചെടി അത്യാവശ്യമൊക്കെ പിടിച്ചിരുന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം പ്രകാശം കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോ മറ്റേ സാധനം അവിടെ കുത്തും. ഏത് 6 ദിവസം എന്നുള്ള 1350 കോടി. അള്ളാഹുവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. മനുഷ്യർ എണ്ണിക്കണക്കാക്കുന്ന 50,000 ദിവസങ്ങളാണ്, അല്ല സോറി 50,000 വർഷങ്ങളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ചുമ്മാ ഒന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ, സമയമെടുത്തു. നിങ്ങൾ പറയുന്ന എണ്ണിക്കണക്കാക്കുന്ന ദിവസമല്ല. യൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഘട്ടം എന്നൊരർത്ഥം. ഓക്കെ, ഘട്ടം എന്നൊരർത്ഥം ആയിക്കോട്ടെ. അങ്ങനെ 6 ഘട്ടങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ 6 ഘട്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഘട്ടം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഘട്ടമാണ്. അള്ളാഹുവിന്റെ ഘട്ടത്തെ കുറിച്ച് ഇവിടെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? 1000 വർഷങ്ങൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 50,000 വർഷമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ഘട്ടം എടുത്താലും ഒന്നുകിൽ 6000 ദിവസം എടുത്തുകൊണ്ട് 6000 വർഷം എടുത്തുകൊണ്ട് അള്ളാഹു ഭൂമിയും ആകാശമൊക്കെ ഉണ്ടാക്കി, പ്രപഞ്ചം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3 ലക്ഷം വർഷം എടുത്തുകൊണ്ട് അള്ളാഹു ആകാശഭൂമികൾ ഒക്കെ സൃഷ്ടിച്ചു. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൊത്തം പ്രപഞ്ചം. പ്രപഞ്ചം. അപ്പൊ ഈ ചങ്ങാതി ഈ 1025 കോടി വർഷങ്ങൾക്ക്, ക്ഷമിക്കുക 1215 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു നക്ഷത്രമുണ്ട്, പ്രപഞ്ചത്തിലെ ഏറ്റവും പഴയ നക്ഷത്രം. ഏറ്റവും പുതിയ നക്ഷത്രം ഉണ്ടായിട്ട് ഒരു പക്ഷേ 1 സെക്കൻഡ് പോലും ആയിട്ടുണ്ടാവില്ല. കാരണം 1 സെക്കൻഡിന് സമയത്തിനുള്ളിൽ ഏതാണ്ട് 1500ഓളം നക്ഷത്രങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശാസ്ത്രം അപഗ്രഥിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും പുതിയ നക്ഷത്രങ്ങളും ഉണ്ട്. ഇതിനിടയ്ക്കാണ് അള്ളാഹു ഈ കംപ്ലീറ്റ് നിർമ്മാണ പ്രക്രിയ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറയും. അപ്പൊ അവിടെ അതിന്റെ പ്രശ്നം കിടപ്പുണ്ട്. അപ്പൊ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു. നമ്മൾ ഫുസിലത്ത് സൂറത്ത് എടുത്തു കഴിയുമ്പോൾ 2 + 4 + 2 എന്നെടുക്കുമ്പോൾ സമം 8 എന്ന് കിട്ടും. അള്ളാഹു ഏതാണ്ട് ഖുർആനിലെ 10ഓളം ആയത്തുകളിൽ 6 ദിവസം കൊണ്ടാണ്, 6 ഘട്ടം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളിനി 2 + 4 + 2 സമം അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം 6, ചാക്കോ മാഷിന്റെ കണക്ക് പ്രകാരം 8. അപ്പൊ ചാക്കോ മാഷാണോ അള്ളാഹു ആണോ ശരി എന്നൊരു ചോദ്യം വീണ്ടും ഉദിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദിവസം പറയുമ്പോൾ അള്ളാഹുവിന്റെ ദിവസത്തെ പറ്റിയിട്ട് ഖുർആനിലെ ഒരു വചനം ഇങ്ങനെയാണ്, 22-ാമത്തെ അധ്യായം. നബിയെ, നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാണ്. എനിക്ക് അതിന്റെ ഒരു റിലേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ടൈം ഡയലേഷൻ വല്ലതും ആണോ എന്ന് എനിക്കറിയില്ല. ഇനി അതേപോലെ വേറൊരു വചനം ഇങ്ങനെയാ പറയണത്, അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു, പിന്നീട് ഒരു ദിവസം കാര്യം അവനിലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ഒരു ദിവസത്തിന്റെ അളവ്. അവിടെ വീണ്ടും അത് കൺഫേം ചെയ്യണം. എങ്ങനെയാ പറയുക? അതെങ്ങനെ? അതിലേക്ക് സംശയം വരുന്നുണ്ട്. ഇപ്പൊ ഈ മുഹമ്മദിനെ സൈനബിന് അള്ളാഹു കല്യാണം കഴിച്ചു കൊടുത്തല്ലോ, നമ്മളാരും അറിഞ്ഞിട്ടില്ല, അവിടുത്തെ നാട്ടുകാരും അറിഞ്ഞില്ല. അള്ളാഹു നേരിട്ട് കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ ദിവസം മണിയറ കൂടുകയെന്നോ അറ കൂടുകയെന്നൊക്കെ പറയുന്നു. അവിടെ മുഹമ്മദ് നബിയുടെ വീട്ടില് ഭക്ഷണ സാധനങ്ങളൊക്കെ വിളമ്പി, മുഹമ്മദ് നബിയുടെ കൂട്ടുകാരും ഒക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഇവരാരും തിരിഞ്ഞു പോകുന്നില്ല. അത് ഇപ്പൊ ഒരു ആയത്ത് അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്നുണ്ട്. അപ്പം ഒരു കാര്യം അള്ളാഹുവിന്റെ സമയം അനുസരിച്ച് താഴോട്ട് വരാനായിട്ട് മുകളിലോട്ട് പോകാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷം. അപ്പൊ മുഹമ്മദ് നബി മരിച്ച് വീണ്ടും ഒരു 10,000 വർഷത്തിന് ശേഷമല്ലേ ഈ ആയത്ത് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ
ബിരിയാണി കഴിച്ചിട്ട് ആൾക്കാർ ബിരിയാതെ പോയപ്പോൾ അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് മുഹമ്മദിന് പറയാനൊരു നാണം തോന്നി. എടേ വീട്ടിൽ പോകും, ഭക്ഷണമൊക്കെ കഴിഞ്ഞില്ലേ, വീട്ടിൽ പോകും, ഇതെന്റെ ആദ്യരാത്രിയാണ്. ഈ ആദ്യരാത്രി എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഭാര്യയുമായിട്ടുള്ള പഴയ മരുമകളായിട്ടുള്ള സൈനവുമായിട്ടുള്ള ആദ്യരാത്രിയാണ്. അത് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് മുഹമ്മദിന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് മുഹമ്മദിന് വേണ്ടിയിട്ട് അള്ളാഹു ആയത്തിറക്കുന്നുണ്ട്. മുഹമ്മദിന് അത് പറയാൻ ലജ്ജയുണ്ട്, പക്ഷേ അള്ളാഹുവിന് ലജ്ജയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരു ആയത്തിറക്കുന്നു. അപ്പൊ അതിന് 1000 വർഷം വേണം. അപ്പൊ ജിബ്രീല് ചുരുങ്ങിയത് 6236 ആയത്തുകളും കൊണ്ട് വരാനായിട്ട് കുറച്ച് ആയത്തുകളൊക്കെ കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് 10, 20, 30 സെറ്റ് ആയിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും ഒരു 500-600 തവണയെങ്കിലും മുഹമ്മദ് നബിയുടെ ഒരു 10,000 ദിവസത്തെ പ്രവാചക ജീവിതത്തിനിടയ്ക്ക് വന്നു പോയിട്ടല്ലേ ഒരു ദിവസം ഒരു തവണ എങ്കിലും വെച്ച് കഴിഞ്ഞാല് ചുരുങ്ങിയത് 4500. അപ്പൊ അങ്ങനെയാണെങ്കിൽ 45,000 വർഷം എടുത്താൽ പോരാ. ഒരു ദിവസം ഒരു എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷം ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടി വർഷങ്ങൾ ജിബ്രീൽ ഷട്ടിലടിച്ചു മുഹമ്മദിനും അള്ളാഹുവിനും ഇടയിൽ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഈ അള്ളാഹു ഒരു സ്പേസ് ട്രാവലും നടത്തി, മൂപ്പരെയും കൊണ്ടുപോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതെങ്ങനെ ഒരു രാത്രി കൊണ്ട് പോയി വന്നത് ഇപ്പൊ അറിയില്ല. അള്ളാഹിലേക്ക് ഒരു കാര്യം പോകണമെങ്കിൽ ഉയർന്നു പോകണമെങ്കിൽ എത്ര സമയം വേണമെന്നാ പറഞ്ഞേ? അത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കണക്കാക്കുന്ന ഇങ്ങനെ പറയണം, അവരെങ്കിലേക്ക് ഉയർന്നു പോകുന്നു, നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ആ ദിവസത്തിന് കണക്ക്. അപ്പം ഈ ബുറാക്ക് ഉയർന്നു പോകാനായിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാകും? ഹദീസുകൾ പഠിക്കുമ്പോൾ മുഹമ്മദ് നബി ഇശാ നമസ്കാരത്തിന് ശേഷം ഒന്നുകിൽ ഉമ്മുഹാനിയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ പറയുന്നത് പോലെ മസ്ജിദ് ഹറമില് മഖാം ഇബ്രാഹിമിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്തോ ജിബ്രീല് നമ്മുടെ ബുറാക്കുമായിട്ട് വന്നു വിളിച്ചുകൊണ്ടുപോയി. രാവിന്റെ 3-ാം യാമത്തിൽ, എന്നുവെച്ചാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് അങ്ങനെ തിരിച്ച് വീട്ടില് അല്ലെങ്കിൽ ഉമ്മുഹാനിയുടെ വീട്ടിലോ അല്ലെങ്കിൽ മസ്ജിദ് ഹറമിലോ 2-2.5 മണിക്കൂർ അല്ലെ. അപ്പൊ അതുപോലെ ഇഷാ മുതൽ നേരം വെളുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 5 മണി വരെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 8 മണിക്കൂർ ഇടാം. 8 മണിക്കൂർ സമയമാണ് അങ്ങനെ മുഴുവൻ ആകാശങ്ങളൊക്കെ കയറി ഇറങ്ങി വന്ന സമയം. പക്ഷെ ഒരു കാര്യം ഉയർന്നു പോകണമെങ്കിൽ എത്ര സമയം വേണമെന്ന് പറഞ്ഞ് 1000 വർഷം. ഇതൊന്നും പൊരുത്തപ്പെട്ടില്ലല്ലോ. ഇവിടെയും കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ദിവാകര. ഒന്നും ശരിയാവില്ല. ഇവിടെ ഈ പറഞ്ഞ കണക്കിലും പ്രശ്നമുണ്ട്. ഈ നമ്പർ വേറൊരു ആയത്തിൽ ഇങ്ങനെ പറഞ്ഞത് 50,000 കൊല്ലത്തിന്റെ അളവുള്ള ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറി പോകുന്നു. 70-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ വചനം. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. വീണ്ടും ഖുർആനില് വേറൊരു വചനം 50,000 കൊല്ലത്തിന്റെ അളവുള്ള ഒരു ദിവസം. അതെന്താ? അത് 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസം. അത് അള്ളാഹുവിന്റെ ഒരു ദിവസമാണെങ്കിൽ പിന്നെയും പ്രശ്നമാകും. ഈ മനുഷ്യർ എണ്ണി കണക്കാക്കുന്നുള്ള 50,000 വർഷമാണെങ്കിൽ ഈ പറയുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ലോകാവസാനം എന്ന് പറഞ്ഞാല് നമ്മുടെ അസ്രാഫീൽ എന്ന് പറയുന്ന മാലാഖ അങ്ങർക്ക് കയ്യിലേൽപ്പിച്ചിട്ടുള്ള ഒരു ഊത്ത് പിപിയുമായിട്ട് അവിടെ ഇങ്ങനെ നിപ്പുണ്ട്. അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു, അപ്പൊ പിപി മുഴക്കുന്നു, ലോകാവസാന പരിപാടികൾ ആരംഭിക്കുകയായി. കുഴിമാടങ്ങളിൽ നിന്ന് മനുഷ്യരും ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു. ആത്മാവുകളെയും കൊണ്ട് മലക്കുകൾ മാത്രമല്ല, റൂഹുൽ ഖുദുസും മലക്കുകളും. ഈ റൂഹുൽ ഖുദുസ് ആരാണെന്നുള്ളത് പോട്ടെ. അള്ളാഹുവിലേക്ക് കയറി പോകാനായിട്ട് എത്ര സമയം വേണമെന്ന് പറഞ്ഞേ? 50,000. ഇവിടെ ഇപ്പം നോക്കുമ്പോ 50,000 കാണുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഒരു ദിവസം അവങ്കിലേക്ക് ഉയർന്നു പോകുന്നു, അതിന് വേണ്ടത് 1000 വർഷമാണ്. നിങ്ങൾ 1000 വർഷത്തിന്റെ അളവാണ്. വേറെ സ്ഥലത്ത് പറഞ്ഞാൽ 50,000 വർഷത്തിന്റെ അളവാണ്. ഈ ലോകാവസാനം ആകുമ്പോഴേക്കും ഈ കയറി പോകാനുള്ള ഒരുപാട് ലോകം മൊത്തം ഇങ്ങനെ വിറഞ്ഞു നിൽക്കുകയല്ലേ. ഈ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്നു. ആകാശം ഇങ്ങനെ ആദ്യം ചുരുട്ടപ്പെടുകയും പിന്നെ കുഴമ്പ് രൂപത്തിൽ, റോസ് നിറമുള്ള കുഴമ്പ് രൂപത്തിൽ ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഫ്രിക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നു. ഈ ആകാശത്തിലേക്ക് പുറന്നു പോകുമ്പോൾ അത്ര ഈസി ആയിട്ട് ഈ കാര്യങ്ങൾക്ക് റൂഹുൽ ഖുദ്സിനും മലക്കുകൾക്ക് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ 1000 വർഷം കൊണ്ടൊന്നും മുകളിലോട്ട് പോകാൻ പറ്റുകയല്ല. ആകാശത്തെ ആകെ പ്രശ്നം പണ്ടാരടങ്ങി നിൽക്കുന്ന ആകാശമാണ്. അപ്പൊ കുറച്ച് കൂടുതൽ സമയം എടുക്കാം. കുറച്ച് വാസലിൻ പുരട്ടിയിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗാന്ധിനഗർ സെറ്റ് സ്ട്രീറ്റില് ശ്രീനിവാസം വരില്ല, കുറച്ച് എണ്ണയും കരിയൊക്കെ പുരട്ടി രാത്രി കാക്കാൻ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. അതുപോലെ ഒന്ന് കൊഴുപ്പിച്ച് വിട്ടാൽ, എണ്ണയൊക്കെ പുരട്ടി വിട്ട് കഴിഞ്ഞാൽ 1000 എന്നുള്ളത് 50,000 വർഷം എന്നുള്ളത് നമുക്ക് നേരത്തെ അള്ളാഹു പറഞ്ഞ പോലെ 1000 ആക്കി കുറയ്ക്കാം. ഇല്ലെങ്കിൽ അള്ളാഹുവിന് തെറ്റുപറ്റിയതെന്ന് ആൾക്കാർ വിചാരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വേറൊരു വചനം ഇപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ ഇതിലിങ്ങനെ പറയണത് അത് ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാത്ത നിർമ്മിച്ചവനത്രേ അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവൂ എന്ന് പറയുക മാത്രമേ വേണ്ടുള്ളൂ, ഉടനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണക്കൊക്കെ പാളിപ്പോലെ. അതെങ്ങനെയാ എനിക്ക് മനസ്സിലായില്ല.
അങ്ങനെയാണെങ്കിൽ ഭൂമി 2 ദിവസം കൊണ്ട് പിന്നെ 4 ദിവസം കൊണ്ട് സെറ്റ് ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വിനയം വിനയം കുൽഫയക്കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഉണ്ടായി. ആ കുൽഫയക്കൂനിന്റെ കൂടെ മൊത്തം ആകാശങ്ങളും ഉണ്ടായിക്കോട്ടെ, ജീവജാലങ്ങളും ഉണ്ടായിക്കോട്ടെ, ഭൂമി ഉണ്ടായിക്കോട്ടെ എന്നങ്ങ് അള്ളാഹു കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായി തീർന്നില്ലേ? പിന്നെ എന്തിനാണ് അള്ളാഹു ഈ 6 ദിവസങ്ങൾ അല്ല 6 ഘട്ടങ്ങൾ ഇല്ലെങ്കിൽ വെറും 6,00,000 വിനയം. വർഷം അല്ലെങ്കിൽ 3,00,000 വർഷം, ഇങ്ങനെ ഏത് അള്ളാഹുവിന്റെ വർഷങ്ങളെ സംബന്ധിച്ച് ദിവസങ്ങളെ സംബന്ധിച്ചുള്ള പല പല കണക്കുകൾ, ഈ കണക്കുകളെല്ലാം ശരിയാക്കാനായിട്ട് അള്ളാഹുവിന് ഈ പാടുന്നില്ലായിരുന്നു. ഉണ്ടാകട്ടെ ഞാൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വിനയാണ്, ഞാൻ വിനയായിട്ട് കാണുന്നുള്ളൂ കേട്ടോ. ഞാനിത് ഷിയാബായി ഇങ്ങനെ ഇതിന് വേറെ രീതിയിൽ അള്ളാഹുവിന്റെ വിനയം എനിക്കിത് ഇങ്ങനെ പറ്റും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ വളരെ പതുക്കെ 6 ദിവസമൊക്കെ എടുത്ത്, പക്ഷെ 6 ദിവസം ഇടുമ്പോ ഇവിടെ 1350 കോടിയായി നമ്മളിപ്പം കാണുന്ന സാധനം തന്നെ. 1350 കോടി വർഷം, അള്ളാഹുവിന് 6 ദിവസം. പക്ഷെ മൂപ്പർക്ക് ഇതേ പറ്റുള്ളൂ. ഒക്കെ സാധനം സെറ്റാണ് അവിടെ. മല, കാട്, പുലി, മാന്, മുയല്, കടുവ എല്ലാം സെറ്റാണ്. പക്ഷെ മൂപ്പർ അങ്ങനെ ചെയ്യൂല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഹിമാലയ പർവ്വത നിരകൾക്ക് ഏതാണ്ട് 5 കോടി വർഷത്തെ 5 പഴക്കമുണ്ട്. കോടി അത് പറ്റൂല, പക്ഷെ ഭൂമിയിൽ അത് സമ്മതിക്കൂല. 350 കോടി വർഷം പഴക്കമുള്ള പർവ്വത നിരകൾ വേറെ കിടപ്പുണ്ട്. അപ്പോ അതെങ്ങനെ ഏറ്റവും പറ്റുക? അറിയപ്പെടുന്ന അത് പറ്റും, അതിൽ പ്രശ്നം വരും. 5 കോടി അതിൽ മുതൽ പ്രശ്നം വരും. 350 കോടി വർഷം വരെ പഴക്കമുള്ള പർവ്വതങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ഒറ്റ ദിവസം കൊണ്ട് ഈ പർവ്വതങ്ങളെ ശരിയാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിവസം വീണ്ടും ഒരു 345 കോടി വർഷം വരും. അതിന്റെ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നുന്നു. അതിൽ പ്രശ്നമാണ്, അത് സമ്മതിക്കില്ല. നമ്മള് 2ാമത്തെ ദിവസം പർവ്വതം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ അടുത്ത് പർവ്വതം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കി വെച്ച പർവ്വതം അന്ന് നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും. അല്ലാണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹ്ക്ക് തെറ്റ് പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ അവിടെ വേറെ ആകെ കൺഫ്യൂഷനായി. കാരണം ഈ പർവ്വതങ്ങൾ ഭൂമിയിൽ സ്ഥാപിച്ചു. അപ്പൊ ഈ ചൊവ്വയിലും ചന്ദ്രനിലും ഒക്കെ പർവ്വതങ്ങൾ മിച്ചം വന്നതായിരിക്കും അല്ലെ? ബാക്കി വന്ന മണ്ണുകൊണ്ട് ഉണ്ടാക്കിയായിരിക്കും. അല്ല, എനിക്ക് ചെറിയ സംശയം. നമ്മൾ നോക്കുമ്പോ മിക്കവാറും ഈ ഖരാവസ്ഥയിലുള്ള ബാധക ഗോളങ്ങളുണ്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുണ്ട്. പിന്നെ ഈ റോക്സ് കൊണ്ട് അല്ലെങ്കിൽ പാറകൾ അല്ലെങ്കിൽ പറയുന്ന റോക്ക് കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഈ റോക്ക് കൊണ്ടുണ്ടാക്കിയുള്ള ഗ്രഹങ്ങളിലൊക്കെ ഉറപ്പായിട്ടും പർവ്വതങ്ങളും കാണുന്നുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള ഉപരിഭാഗത്തോട് കൂടിയ ഗ്രഹങ്ങളൊന്നും നമ്മുടെ അറിവിലില്ല. അപ്പൊ അവിടെ ഓക്കെ, എന്തായാലും പർവ്വതങ്ങൾ അള്ളാഹു സ്ഥാപിച്ചു, ഭൂമി സ്ഥാപിച്ച കാര്യമാണ് മൊത്തം പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും സ്ഥാപിച്ച കാര്യമാണെന്ന് അറിഞ്ഞിട്ട്. എന്തായാലും നക്ഷത്രങ്ങളിൽ അങ്ങനെ എന്തായാലും ഒരു ഈ പറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് വെച്ചില്ല. അത് നന്നായി. അല്ല, ഞാൻ ഈ അള്ളാഹു ഈ മലക്കിനെ ഈ മുകളിലേക്ക് ഷട്ടിലടിക്കുക, ഇതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ബദർ യുദ്ധ സമയത്താന്ന് തോന്നുന്നു സൂറത്തുൽ ആലിമ്രാനിലെ 3-ാമത്തെ അധ്യായത്തിൽ 124-ാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞു, നബിയെ, നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ എന്ന് ഇനി സത്യവിശ്വാസികളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക. അവിടെ കറക്റ്റ് സന്ദർഭം ഇവർക്ക് ഓർമ്മയുണ്ട്. അവിടെ എത്ര മലക്കാണ്? 3000 മലക്ക്. 3000 മലക്കാണ്. അള്ളാഹു 3000 മലക്കുകളെ ഇറക്കി കൊടുക്കാമെന്ന് മുഹമ്മദ് നബിയോട് പ്രോമിസ് ചെയ്തിരുന്നു. എന്നിട്ട് അപ്പൊ പ്രോമിസ് ഞാൻ നേരെ സൂറത്തുൽ അൻഫാലിൽ എത്തുമ്പോ ദേ കിടക്കണ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരിക്കുന്ന സന്ദർഭം ഓർക്കുക. അവിടെ വീണ്ടും ഓർക്കാനാ പറയണേ. തുടരെയായി 1000 മലക്കുകളെ അയച്ചു കൊടുത്തുകൊണ്ട് ഞാൻ അവനെ സഹായം നൽകുന്നതാണ്. അവിടെ 1000 ഉള്ളല്ലോ. 3000 റിക്വസ്റ്റ് ചെയ്തിട്ട് 3000 കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. 3000 കൊടുത്തു എന്നെങ്കിൽ 3000 കൊടുത്തു എന്ന് പറയണം. 1000 കൊടുത്തു എന്നെങ്കിൽ 1000 കൊടുത്തു എന്ന് പറയണം. അല്ലെ റിക്വസ്റ്റ് ചെയ്ത് അത്രയും കൊടുത്തില്ല എന്ന് പറയണം. പണ്ട് ഈ മുഹമ്മദ് നബി അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ആകാശത്ത് പോയിട്ട് ആദ്യം 50 നമസ്കാരം കൊടുത്തു. പിന്നെ മൂസ നബിയുടെ ഒരു ഉപദേശം കേട്ടിട്ട് വീണ്ടും പോയി കുറച്ച് 45 ആക്കി, 40 ആക്കി, കുറച്ച് 5 ആക്കി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഇവിടെ? ബദറില് 313 സഹാബാക്കൾ അവരുടെ ഏതാണ്ട് 4 ഇരട്ടി കണക്ക് പ്രകാരം 1100 1200 വരെയുള്ള ഖുറൈശികൾ അല്ലെങ്കിൽ മുഷ്രിക്കീങ്ങൾ ജൂതന്മാരോട് കൂട്ടിക്കും. അപ്പോ അവരെ നേരിടാനായിട്ട് ആദ്യം അള്ളാഹു പറഞ്ഞത് 3000 പേരെ ഇറക്കിയെന്നാണ്. പിന്നെ പറയുന്നത് 1000 പേരെ ഇറക്കി. അള്ളാഹുവിന്റെ കണക്ക് ഇതിൽ എന്തോ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹുവിന് ഈ ഓർമ്മശക്തിക്കുറവ് ഭയങ്കര ഉണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ്. അല്ല, ഈ 313 സഹാബാക്കള് ബദർ യുദ്ധത്തില് 1000-ലധികം വരുന്ന കാഫറുകളോട് ധീരമായി പോരാടി വിജയിച്ചത് ഭയങ്കര സംഭവമാണ്. മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ടുള്ള കഴിവാണ് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് ഈ 1000 ആണെങ്കിലും 3000 ആണെങ്കിലും 1000 അധികം 313 1313 പേരായി. ഒരു മലക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനുഷ്യരുടെ ശക്തിയുള്ള ആൾക്കാരത്. എന്നിട്ടാണോ ഈ ബദർ യുദ്ധത്തിൽ നേടിയ അത് ദീനുൽ ഇസ്ലാമിന്റെ വിജയമാണ് എന്നൊക്കെ പറയുന്ന അള്ളാഹു 1000 പേരെ ഇറക്കി കൊടുത്താൽ അത് ഈ പറഞ്ഞ മുസ്ലിം ഏതാ മലക്ക്? ആ മലക്കിനെ പറ്റി പറയുന്നുണ്ട്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുണ്ടാക്കിയവനും
2, 3, 4 ചിറകുള്ള മലക്കുകൾ അവന് ദൂതന്മാരായി നിയോഗിച്ചിട്ടുള്ളവരാകുന്നു. അള്ളാഹുവിന് സ്തുതി. അങ്ങനെ ഒരു ചിറക് 2 ചിറക് വെച്ചില്ല, 3, 4 ചിറകുണ്ട്. മരത്തിന്റെ ചിറകിന്റെ എണ്ണം എത്രയാന്ന് പറഞ്ഞേ? 2, 3, 4. എനിക്ക് കണക്ക് മനസ്സിലായില്ല. 2 ചിറകെന്ന് പറയുമ്പോ ശരീരത്തിന്റെ 2 ഭാഗത്ത്. ഓക്കെ. 3 എന്ന് പറയുമ്പോ എങ്ങനെയാ? വിമാനത്തിന്റെ മാതിരി വാലിന്റെ ഭാഗത്ത് ചിറക് പോലെ മുകളിലോട്ട് ബേക്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കുത്തനെ നിർത്തും, കുത്തനെ നിർത്തുമായിരിക്കും. 4 എന്ന് പറയുമ്പോ ബട്ടർഫ്ലൈക്കൊക്കെ ഉള്ളതുപോലെ അല്ലെ തുമ്പിക്കൊക്കെ ഉള്ളതുപോലെയുള്ള സംഭവമായിരിക്കും. ഇതിപ്പം ഓക്കെ, ആയിരിക്കും. അത് ജോഡിയാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? 2, ഇല്ല. നമ്മൾ ഈ ഇതിന്റെ പരിഭാഷയൊക്കെ നോക്കുമ്പോൾ ജോഡി എന്നൊക്കെ ചില ആൾക്കാരെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യാഖ്യാന മിടുക്കന്മാരും അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ എന്റെ ഒരു സംശയം അതല്ല. ഞാനൊരു ഹദീസ് സഹീഹ് മുസ്ലിമിലാണോ ബുഖാരിയിലാണോ എന്ന് ഓർമ്മയില്ല. മുഹമ്മദ് നബിയുടെ മുമ്പില് ഒരു ചാണ് ദൂരത്തിലെങ്ങാണ്ടോ ജിബ്രീൽ വന്നു. മുഹമ്മദ് നബി ജിബ്രീലിന്റെ വിശ്വരൂപത്തിൽ, ചിലപ്പോഴൊക്കെ മനുഷ്യരായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ സഹാബികളുടെ കൂട്ടത്തിൽ വന്നിരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന. പക്ഷെ വിശ്വരൂപത്തിൽ ആകാശത്ത് ചക്രവാളത്തിൽ ഒരു അർശിന്മേല് ജിബ്രീലിനുണ്ട് ഒരു അർശ്. അങ്ങനെ കണ്ട ഒരു സന്ദർഭമുണ്ട്. ഹിറാ ഗുഹയ്ക്ക് അകത്ത് വന്ന് കണ്ട സന്ദർഭമുണ്ട്. വിശ്വരൂപത്തിൽ 2-3 തവണയും ജിബ്രീലിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ട ഒരു സന്ദർഭത്തിൽ ഈ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മാലാഖയ്ക്ക് 600 ചിറകുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ യുവി? ഉണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് സഹീഹ് മുസ്ലിമിൽ 174C ആ ഹദീസിൽ ഇങ്ങനെയാ പറയണത്. ഷബ്ബാനിയിൽ നിന്ന് ഞാൻ സേറുബിന് ഹുഷൈബിനോട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. എന്നിട്ട് അദ്ദേഹം 2 വില്ലോളം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ അകലത്തിൽ നിലകൊണ്ടു എന്ന് പറയുന്ന 2 വില്ലോളം സൂറത്ത് നജ്മിലെ 9-ാമത്തെ വചനത്തിന്റെ ഒരു സന്ദർഭമാണ് പറയുന്നത്. 2 അടി മുതൽ വില്ലിന്റെ നീളമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 1.5 മീറ്റർ വില്ലാണെങ്കിൽ ഒരു 3 മീറ്റർ വരെ. അപ്പൊ 2 അടി മുതൽ 3 മീറ്റർ വരെയുള്ള ദൂരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു അല്ലെ? എന്ന ഖുർആൻ വചനത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്താണ്, നബി ജിബ്രീലിനെ കണ്ടു, അദ്ദേഹത്തിന് 600 ചിറകുണ്ട്. അത് അള്ളാഹു സൃഷ്ടിച്ച മലക്കുകൾക്ക് ഖുർആനിൽ പറയുന്ന ചിറകിന്റെ എണ്ണം 2, 3, 4. പക്ഷെ സത്യം മാത്രം പറയുന്ന മുഹമ്മദ് നബി മുമ്പിൽ കണ്ടിട്ടുള്ള ജിബ്രീലിന്റെ ചിറകുകളുടെ എണ്ണം 600. അപ്പൊ ഇതില് ആരോ ഒരാൾ നോണ പറയുന്നു. അപ്പൊ ഒന്നുകിൽ അള്ളാഹു നോണ പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹു ഓർമ്മ പശകാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞത് ഓർക്കാതെ ഈ ജിബ്രീലിന് അലൈഹിസ്സലാം കൂടുതൽ ചിറക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന് എണ്ണ അറിയില്ല. 3-നപ്പുറം അല്ലെ 4-നപ്പുറം എണ്ണ അറിയില്ല. 600 ഒന്നും അള്ളാഹു അങ്ങനെ പറയാൻ വഴിയില്ല. 50,000 എന്നൊക്കെ പറയും. അപ്പൊ 50,000 വരെയൊക്കെ അള്ളാഹുവിന് എണ്ണാൻ അറിയാവുന്ന കാര്യം നമുക്ക് ഖുർആൻ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ 600 എന്നുള്ളൊരു വിഷയം അവിടെ നിന്ന് വന്നു. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി നേരിട്ട് കണ്ടപ്പോ 600 ചിറക്, അള്ളാഹു ജിബ്രീലിനെ സൃഷ്ടിച്ചപ്പോ മാക്സിമം 4 ചിറക്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഈ ചങ്ങാതി ജിബ്രീൽ അലൈഹിസ്സലാം വേറെ ചിറക് ഫിറ്റ് ചെയ്തുകൊണ്ട് വന്നതായിരിക്കുമോ, അതോ അള്ളാഹുവിന് സൃഷ്ടിച്ചപ്പോ 596 ചിറക് എക്സ്ട്രാ അല്ലെ? അല്ല, 596 ചിറക് എക്സ്ട്രാ. 596 മുതൽ 598 വരെ ചിറക് എക്സ്ട്രാ ഉണ്ട്. ഫസ്റ്റ് വന്ന സാധനം കഴുത്തിൽ പിടിച്ചതൊക്കെ പിശാചാണെങ്കിലോ മുപ്പരന്ന് കണ്ടത്? പിശാചിന്റെ ചിറകെ സംബന്ധിച്ചിട്ട് പണ്ഡിത വര്യന്മാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരൊന്നും ചിറകളുടെ ഇടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതൊരു പ്രശ്നമുണ്ട്. എത്ര മുട്ട ഇടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരേ സമയത്ത്. അപ്പൊ ഇത് ഒന്നാമത് ഇതൊക്കെ ഞാൻ ഇതൊരു ദൈവത്തിന്റെ ഒരു അവസ്ഥ. ഇത് ദൈവം പറഞ്ഞതാണ്, ദൈവം പറഞ്ഞത് മാത്രമേ മുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനത്തെ തള്ളി മറിക്കുമ്പോ ഇങ്ങനെ നമ്പറുകളില് ചാക്കോമാഷിന്റെ ആ പുച്ഛം ഈ അള്ളാഹുവിനും പ്രവാചകനും കിട്ടുക എന്ന് പറഞ്ഞാല് മറ്റേ പറയണ്ടല്ലോ, ഓട്ടക്കാലണ എന്ന് പറയണ്ടല്ലോ, അതേപോലെ പിടിച്ചിട്ട് വെക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടെ ഈ പറഞ്ഞ ചാക്കോമാഷിന്റെ മുമ്പിൽ അള്ളാഹു മുഹമ്മദ് അപമാനിതരാവാണ് ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ മാത്രമൊന്നുമല്ല, പല ഈ നമ്പറുകൾ ഇതിനോടത്തൊക്കെ ഈ പ്രശ്നമാണ് അല്ലേ? മലക്കിന്റെ ചിറക് എത്ര? ഇപ്പൊ ഇതേപോലെ തന്നെ പറയുന്ന വേറൊരു സ്ഥലമാണ് ഒരു വിശ്വാസിയുടെ ശക്തി. അവിടെ നമ്പർ പറയുമ്പോൾ മൂപ്പര് ഫുള്ള് കൺഫ്യൂഷനാ. ഒരു ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 65-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നബിയെ നീ വിശ്വാസിയെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കണം. യുദ്ധത്തിന് നല്ല ഒരു സംഭവമാണ്. ഓക്കെ, ഒരു വയലൻസ് ഇല്ലാത്ത ഒരാളാണ്, മുടിഞ്ഞ സമാധാനമാണ്. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായിരുന്നാൽ 200 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. 20ന്റെ 10 ഇരട്ടി 200 ശത്രുക്കളെ നേരിടാനായിട്ട് നല്ല മുസ്ലിങ്ങൾ, ക്ഷമാശീലരായ മുസ്ലിങ്ങൾ എത്ര മതി? 20 പേര് മതി. അപ്പൊ 10 ഇരട്ടി
10 ഇരട്ടി, അത് ആൾക്കാരെ കുഴപ്പമില്ല. നേരിടാൻ പറ്റും. നമ്മുടെ റേഷ്യോ ശ്രീലങ്കയിൽ വെക്കണം. നടന്ന സിനിമയിലൊക്കെ പോലെ 20 പേര് 200 പേരാകുമ്പോ 1:10 എന്ന് വരും. ഓക്കെ, അത് നല്ല കണക്കാണ്. ഒരാൾക്ക് 10 ആളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ വേറെ കൂടെ ഉണ്ടല്ലോ, നിങ്ങൾ 100 പേരുണ്ടായിരുന്നാൽ. അത് തൊട്ട വാക്കിൽ അങ്ങനെ പറയണത്. അങ്ങനെ ഉണ്ട്. ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് 1000 പേരെ ജയിച്ചെടുക്കാവുന്നതാണ്. അവിടെ ഈ കണക്ക് ശരിയാണ്. 1:10 ആണ് കേട്ടോ. അത് അള്ളാഹു ഒരു കണക്കും തെറ്റിയിട്ടില്ല. 20:200 എന്ന് പറയുന്നതും 100:1000 എന്ന് പറയുന്നതും ഒരേ അനുപാതമാണ്. റേഷ്യോ സെയിം ആണ്. അള്ളാഹു ഈ കാര്യത്തിൽ ചാക്കോ മാഷിന് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ കണക്കവിടെ കൃത്യമാണ്. പക്ഷെ വേറൊരു കണക്കും കൂടെ ഉണ്ട്. അതൊന്നും അവൻ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ട് അത്രേ. അത് 66-ാമത്തെ വചനമുണ്ട് ടിൻറ്റെ. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ബലഹീനതയുണ്ടെന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചെടുക്കാവുന്നതാണ്. അയ്യോ, ഈ ഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ 20 പേരുണ്ടെങ്കിൽ 200 ആയിരുന്നു. ഭാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് 10 പേരുണ്ടെങ്കിൽ 200 ജയിക്കാന്നാ പറയേണ്ടത്. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ 100 പേരുണ്ടായിരുന്നാൽ 200 പേരെ ജയിക്കാവുന്നതാണ്. 100 പേരുണ്ടെങ്കിൽ 200 പേരെ ജയിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഭാരം കൂടുകയല്ലേ ചെയ്തത്? അള്ളാഹുവിന് ഈ 200ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 200 ആണോ കൂടുതൽ 20 ആണോ കൂടുതൽ എന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിന് കൺഫ്യൂഷൻ ഉണ്ട്. ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ അറിയില്ല എന്ന് തോന്നുന്നു അല്ലെ? അള്ളാഹുവിന് ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ അറിയണം. അപ്പൊ അത് അവിടെ എന്തോ ഒരു കണക്കുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു കണക്കുണ്ടല്ലോ. നിങ്ങൾ 1000 പേര് ഉണ്ടായിരുന്നാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം 2000 പേരെ അവർക്ക് ജയിച്ചെടുക്കാവുന്നതാണ്. ഒരാൾക്ക് 2 പേര് ഇവിടെ അല്ലെ? ഒരു മുസ്ലിമിന് സമാധാനകാംക്ഷിയായ ഒരു മുസ്ലിമിന് യുദ്ധത്തിൽ 2 പേരെ തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട്. നേരത്തെ നിങ്ങൾക്ക് 1:10 ആയിരുന്നു. 10 പേരെ എതിരാൻ പറ്റില്ല. അള്ളാഹു ഭാരം കുറച്ചു കൊടുത്തത് കാഫറുകളുടെയാണോ മുസ്ലിങ്ങളുടെയാണോ? ഒന്നുകൂടെ വായിച്ചു നോക്കണേ. വായിച്ചു നോക്കിയപ്പോ നിങ്ങളുടെ ഭാരം കുറച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ ഭാരം കൂട്ടുക ചെയ്ത്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചോളം 20 ഈസ് ഗ്രേറ്റർ ദാൻ 200 ആണ്. ഇത് ചാക്കോ മാഷിന്റെ അടുത്തുനിന്ന് അള്ളാഹുവിനെ വിട്ട് പഠിപ്പിക്കണം. ഒന്നും കൂടെ 4ാം ക്ലാസ്സിൽ ഇരുത്തേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ ഒക്കെ 4ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. LP സ്കൂളിൽ ഇരുത്തി കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. 20 ആണോ 200 ആണോ കൂടുതൽ, 100 ആണോ 1000 ആണോ കൂടുതൽ, ഇതൊക്കെ പഠിക്കാനായിട്ട് 4ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ മതിയോ? ഇവിടെ വേറെ മലക്കിന്റെ ഒരു സാധനം പറയുന്നുണ്ട്. ഈ മലക്ക് വെച്ചുള്ള കളികളാണ്. ഇപ്പൊ മരണത്തിന്റെ മലക്ക്, അവിടെ ഇതേപോലെ നമ്പറിന്റെ എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ. മരണത്തിന്റെ മലക്ക് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അലൈഹിസ്സലാം. അതെ അല്ലെ? റൂഹ് പിടിക്കുന്ന ആൾക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ പറയുന്ന പേര്, അള്ളാഹുവിന്റെ മലക്കിന്റെ പേര് അസ്രായിലാണ്. അത് മരണത്തിന്റെ മലക്ക്. അത് ഓക്കെയാണ്. നബിയെ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. ഇങ്ങനത്തെ മലക്കാണ് മരിപ്പിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മടക്കപ്പെടുന്നതാണ്. മലക്ക് പിടിക്കും. അതായത് അസ്രായിലാണ് എല്ലാവരുടെയും റൂഹ് പിടിക്കുക. എന്റെയും യൂബിയുടെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും റൂഹ് ആരംഭകാലം മുതലേ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അസ്രായിൽ എന്ന് പറയുന്ന മലക്കാണ്. അത് ഓക്കെയാണ്. മലക്കുൽ മൗത്ത്. ഹിന്ദു മിത്തുകളിൽ പറയുന്ന കാലൻ അല്ലെങ്കിൽ യമദേവന്റെ തുല്യനായിട്ടുള്ള ആളാണ് നമ്മുടെ അസ്രായില്. അങ്ങനെയാണ് റൂഹ് പിടിക്കുക. അതെന്താ പ്രശ്നം? അവിടെ വേറെ പ്രശ്നമുണ്ട്. സൂറത്തുൽ മുഹമ്മദില് 27-ാമത്തെ വചനം ഇങ്ങനെ പറയണത്, അപ്പോൾ മലക്കുകൾ, അവിടെ മലായിക്കത്താണ് വരുന്നത്. അസ്രായേൽ മലായിക്കത്താണ് അല്ലെ മലക്കാണോ? അതൊരു പ്രശ്നമുണ്ടല്ലോ. അസ്രായേൽ എന്ന് പറയുന്ന ഒരു മലക്കാണ്. അപ്പോൾ അവരുടെ അള്ളാഹു പറഞ്ഞിട്ട് ഇവിടെ മലക്കുകളായി അല്ലെ? മലായിക്കത്തായി. മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നില്ലേ? അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇവിടെ ഞെരുക്കപ്പെട്ടവരായിരുന്നു എന്ന് മരിച്ചു പോകുന്ന ആൾക്കാർ പറയും. അത് അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ നിയമം, ശരിയാ നിയമം ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഉള്ള ആൾക്കാരെ അള്ളാഹു മരിപ്പിക്കും. ഉദാഹരണത്തിന് നമ്മളെയൊക്കെ ശരിയാ നിയമം അല്ലല്ലോ ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിലെ ഏതാണ്ട് 140 കോടി ജനങ്ങളെയും മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരെ അടിക്കും. ചുമ്മാന്നുമല്ല, നല്ല അടി അടിച്ചിട്ടാണ് ചോദിക്കുക, എടാ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനില്ല സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ, തൊട്ട് അടുത്തുള്ള അഫ്ഗാനിസ്ഥാൻ, അങ്ങോട്ടെങ്കിലും പോകാമായിരുന്നില്ല. പക്ഷെ അവിടെ മലക്കുകളാണ്, അവിടെയും മലക്കുകളാണ് കേട്ടോ. പക്ഷേ അപ്പൊ അസ്രായിൽ മലക്കിനെ അള്ളാഹു ഈ റൂഹ് എടുപ്പിക്കാനായിട്ട് ഏർപ്പാടാക്കിയെന്ന് ആദ്യം പറഞ്ഞു. ഇപ്പൊ പറയുന്നത് മലക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് മലക്കുകൾ എന്ന് പറയുമ്പോ 2-ൽ കൂടുതൽ വരണം, 2-ൽ കൂടുതലോ വരണം. അള്ളാഹുവിന്റെ കണക്കിൽ അത് എപ്പോഴും മലക്കിനല്ലല്ലോ. അപ്പൊ വേറൊരു വചനത്തിൽ ഇങ്ങനെ പറയണത്, ആത്മാവുകളുടെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അവിടെ അള്ളാഹുവാണ് ഏറ്റെടുക്കുന്നത്.
ഇപ്പൊ അയ്യോ, സൂറത്തുൽ അസുമറില് 42 അള്ളാഹു ഡയറക്റ്റ് പരിപാടിയാണ്. യേശുദേവനും ഒരാളാണെന്ന് പറയുന്നത്, കാലനും അള്ളാഹു ഒരാളാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. മലക്ക് ആത്മാവുകളെ അപ്പൊ ഇവിടെ മരണവേളയിൽ അള്ളാഹു ഏറ്റെടുക്കും. ആത്മാവുകൾക്ക് മരണം ഉണ്ടോ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അപ്പോ പിന്നീട് ആ ആയതിന്റെ തുടർച്ചയായിട്ട് തന്നെ അള്ളാഹു താൽക്കാലികമായിട്ട് മനുഷ്യരുടെ ഉറക്കത്തിൽ ആത്മാവുകളെ പിടിച്ചു വെക്കും എന്ന് പറയുന്ന സംഭവം. അവിടെ വെക്കുന്നുണ്ട്. അവിടെ അള്ളാഹു തന്നെയാണ് ഈ ആത്മാവിനെ പിടിച്ചു വെക്കുക. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞത് ആത്മാക്കളെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നത് മാത്രമല്ല, റൂഹുകളെ എടുക്കുന്നത് അള്ളാഹു ആണെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞത് ഒരു മലക്ക്, പിന്നെ പറഞ്ഞത് മലക്കുകൾ, മൂന്നാമത് പറഞ്ഞത് അള്ളാഹു. പൂർണ്ണമായും അള്ളാഹു ഡയറക്റ്റ് ആണ് പരിപാടി. എണ്ണത്തിന് മാത്രമല്ല പ്രശ്നം. ആദ്യം പറഞ്ഞ എണ്ണം മാത്രം പ്രശ്നമല്ല, ഒരു മലക്ക്, പിന്നെ മലക്കുകൾ. അത് അവിടെ കണക്കറിയാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ എന്തോ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അത് കണക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, എങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. മൊത്തത്തിൽ രണ്ടല്ലാഹുമാർന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി വന്നേനെ. അതെ, ആദ്യം പറഞ്ഞു മലക്കിനെ അയക്കും, ഒരു മലക്കിനെ അയക്കും എന്ന് പറഞ്ഞു. രണ്ടാമത് 2 മലക്കുകൾ ആണ് പിടിക്കുക എന്ന് പറഞ്ഞു, മലക്കുകളാണ് പിടിക്കുക എന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നു അള്ളാഹു ആണ് റൂഹ് എടുക്കുക. നാലാമതൊരു വചനം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ, അള്ളാഹുമാർ നിങ്ങളുടെ റൂഹുകളെ പിടിച്ചെടുക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ട്, ആ പ്രശ്നം അള്ളാഹുവിന് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഖുർആൻ ഒരു ആയത്തും കൂടെ വന്നേനെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഏതൊക്കെ വിഷയം പറഞ്ഞു? നമ്മള് അള്ളാഹു സ്വത്ത് വീതം വെച്ചതിൽ പ്രശ്നമുണ്ട്, പ്രപഞ്ച ആകാശഭൂമി ഉണ്ടാക്കിയ അള്ളാഹുവിന്റെ കണക്ക് തെറ്റിയ വിഷയം ഒന്ന് അല്ലെ, ഒന്നാമത്തെ കാര്യം. അനന്തരാവകാശത്തിൽ അള്ളാഹുവോ ചാക്കോമാഷോ സൂപ്പർ എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യം. മുലകുടി വിഷയത്തില് 6 മാസത്തെ ഗർഭകാലത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സൂപ്പർ ആയിട്ടുള്ള 34 മാസം വേണമോ 24 മാസം വേണമോ മുലകുടിയും ഗർഭകാലവും പിടിച്ചു ചേർത്തിട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വിഷയം. അത് ചാക്കോമാഷ വീണ്ടും റിട്ടയർ ചെയ്തെങ്കിൽ റീപോസ്റ്റ് ചെയ്യിക്കേണ്ട അത്യാവശ്യം വരും. സ്കൂളിൽ പഠിപ്പിക്കാതെ പറ്റില്ല. അതേപോലെ ആകാശഭൂമി ഉണ്ടാക്കുമ്പോ 6 ദിവസം എന്ന് പറഞ്ഞാൽ 30 മറന്നു പോകും. വേറെ എണ്ണുമ്പോ 8 ദിവസമാവും. അതൊരു പ്രശ്നമുണ്ട്. അവിടെ അതിപ്പോ ചാക്കോമാഷ കൊണ്ടും ശരിയാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് കഴിഞ്ഞു പോയ കാര്യം. പ്രപഞ്ചം 6 ദിവസം കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെന്ന് 10-20 സ്ഥലത്ത് എഴുതി വെച്ചിട്ട് കണക്ക് പറഞ്ഞു വന്നപ്പോ 8 ആയിപ്പോയി. അതിനി പരിഹരിക്കാനില്ല. പ്രപഞ്ചം സൃഷ്ടിച്ചു പോയില്ലേ. അതൊക്കെ 6 ദിവസം കൊണ്ട് പണ്ടേ സൃഷ്ടിച്ച് തീർത്ത പരിപാടിയാണ്. ഇനി ആ ഡേറ്റ് നമ്പർ മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ ഒരു അള്ളാഹുവിനെ കൊണ്ട് പറ്റും. സർവശക്തനൊക്കെയാണ്. കഴിഞ്ഞ ഒരു കാര്യത്തെ തിരുത്താനായിട്ട് അള്ളാഹുവിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഈ 8 ദിവസം ആയിപ്പോയി, 6 ദിവസമാണ് ഉദ്ദേശിച്ചത്. 2 ദിവസം ഇടയ്ക്ക് മിസ്സിംഗ് ആയി. അതിന്റെ ഒരു പ്രശ്നമാണ്. അത് ദൈവസഹജമായ ഒരു മനുഷ്യസഹജം എന്ന് പറഞ്ഞാൽ ദൈവസഹജമായ ഒരു തെറ്റായിട്ട് നമ്മൾ വിലയിരുത്തണം. 3 അല്ലേ ഉള്ളൂ. 3 ഒക്കെ തൗബ ചെയ്താൽ അല്ലല്ല, അത് 3 അല്ലല്ലോ. പിന്നെ നമ്മള് വേറെ പറഞ്ഞില്ലേ, മലക്കിനെ താഴത്തേക്ക് അയച്ചപ്പോൾ തെറ്റിപ്പോയി. മലക്കിന്റെ ചിറകിന്റെ എണ്ണം തെറ്റി. ചിറകിനെണ്ണം ചെറിയ തെറ്റൊന്നുമല്ല. 2, 3, 4 എന്നുള്ളത് 600 എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാ. പിന്നെ 600 ചിറകുള്ള മലക്കിനാണ് മുഹമ്മദ് കണ്ടത്. മലക്കിനാണോ പിശാചിനാണോ കണ്ടതില് ഖദീജക്കും സംശയമുണ്ട്. അതിന് ടെസ്റ്റ് ഒക്കെ നമ്മള് പറയാറുണ്ട് മുമ്പ് അല്ലെ, ചരിത്ര പുസ്തകങ്ങളിൽ. അത് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പിശാചാണോ അവിടെ പിശാചാണ് എന്നുള്ളതിൽ എനിക്ക് ഇപ്പോഴും തർക്കമുണ്ട്. കാരണം പിശാചിന് ടെക്നിക്ക് വേറെയാണ്. അപ്പൊ മലക്കിനെ പോലെ പിശാചങ്ങ് പെരുമാറിയ പിശാചിന് എന്തും ആവാലോ, ധാർമ്മികത ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പെരുമാറാനുള്ള ഒരു സാധ്യതയും അവിടെയും സാധ്യതയുണ്ട്. ഇങ്ങനെ മൊത്തത്തില് ഇതൊന്നുമല്ല. നമ്മളിപ്പോ ഇതിപ്പോ ഒരു 5-6 എപ്പിസോഡ് ചെയ്യേണ്ട ഒരു സാധനങ്ങളുണ്ട്. പല ഈ വിഷയത്തിലും ഇതേപോലെ സാധനങ്ങളുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോ എടുത്തു വെച്ച റെഫറൻസിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയേണ്ടത്. അപ്പൊ തൽക്കാലത്തേക്ക് ഇത് മതി. ഡീറ്റെയിലിംഗ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കത് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം. തൽക്കാലം നമ്മൾ റെഫറൻസസ്, ഖുറാന്റെ റെഫറൻസസ് പറഞ്ഞു, ഹദീസിന്റെ റെഫറൻസസ് പറഞ്ഞു. സംശയമുള്ള ആൾക്കാർക്ക് താഴെ കമന്റുകളായിട്ട് ഇട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വരും പരിപാടികളിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഓറലി ഞങ്ങൾ മറുപടി പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നിങ്ങളുടെ കമന്റിന്റെ താഴെയായിട്ട്, ഞങ്ങളുടെ കമന്റായിട്ട് ഞങ്ങൾ അത് രേഖപ്പെടുത്താം. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അതാണ് അതിനെ സംബന്ധിച്ച്, കമന്റുകളെ സംബന്ധിച്ചുള്ള മറുപടികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറച്ച് വിഷയങ്ങൾ. ഖുർആനിലെ ഗണിതവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇനിയും കുറയുണ്ട്. അത് താരതമ്യം നിസ്സാരമായതുകൊണ്ട് എടുക്കാതെ പോകുന്നതാണ്. അള്ളാഹു ഈ ഗുഹാമനുഷ്യരുടെ എണ്ണത്തെ സംബന്ധിച്ചിട്ടുള്ള കണക്കിന്റെ പ്രശ്നം, ആകാശങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള വേറെ കുറെ വിഷയങ്ങളും കൂടെയുണ്ട്. എങ്കിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതും അല്പം സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയതുമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ കണക്കിലുള്ള പ്രശ്നങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. അത് സാധികം കോർത്ത് ക്ഷമിച്ച് 8 മാർക്കിന് കൂടെ ഗ്രേസ് മാർക്ക്, നെഗറ്റീവ് മാർക്ക് കൊടുക്കാതെ, 8 മാർക്ക് നെഗറ്റീവ് മാർക്ക് കൊടുക്കാതെ
അദ്ദേഹത്തിന് ക്രോസ് മാർക്ക് ഇട്ട് കൊടുത്ത് എന്തെങ്കിലും ശരിയായ കണക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് പാസ് മാർക്ക് കൊടുത്തിട്ട് ചാക്കോ മാഷിന്റെ മകനെ തോമായെ തോൽപ്പിച്ചതുപോലെ തോൽപ്പിക്കാതെ ചീത്ത ആകാതെ അള്ളാഹുവിനെ നല്ല വഴിക്ക് നടത്താനായിട്ട് ചാക്കോ മാഷ് അള്ളാഹുവിനെ സഹായിച്ച് കണക്ക് പഠിപ്പിച്ച് ശരി ഉത്തരം പറഞ്ഞു കൊടുത്ത് മുമ്പോട്ട് പോകണം. ചാക്കോ മാഷിനോട് ആ പരേതാത്മാവിനോട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിക്കും. എനിക്ക് ഇത് ആകെ പറയാനുള്ളത് ഇതാണ്, അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അതെ, ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് കണ്ടെത്തുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പൊ തെറ്റുകളൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ, അത് അള്ളാഹുവിന്റെ അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. ഇത് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്നൊന്നുമല്ല, ഇതൊരു ദൈവവും ഒന്നുമല്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളതിന്റെ തെളിവാണ് ഇത്രയും നേരം ഈ പറഞ്ഞ അള്ളാഹുവിന്റെ കണക്ക് തെറ്റി എന്ന് പറഞ്ഞത്. അള്ളാഹു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ഇത്രയും അപമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ആ ദൈവത്തിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ മണ്ടനായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് മുഹമ്മദിന്റെ ഫാൻ ക്ലബിനോടും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടന്റ് മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നന്ദി, നമസ്കാരം.